Orthodoxy is the version of faith. Orthodox look, Orthodox outlook, Orthodox way of life, Orthodox goal of life, Orthodox mind, Orthodox bent of mind. Being Orthodox, we must have Orthodox conviction. John, His Grace Jacob Mar Elias, has he shares many facets of orthodoxy. In Learn Orthodoxy with Mar Elias. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. കർത്താവേ, തിരുവേദത്തിൽ രാപകൽ ധ്യാനത്തോടും നിൻ സ്തുതിയാൽ തെളിവോടുമിരിക്കും നിർമ്മല ചിത്തം നൽകണമേ. കർത്താവേ, തിരുവേദത്തിൽ രാപകൽ ധ്യാനത്തോടും നിൻ സ്തുതിയാൽ തെളിവോടുമിരിക്കും നിർമ്മല ചിത്തം നൽകണമേ. കർത്താവേ, നിൻ സുവിശേഷത്തിൻ പാരമിടുങ്ങിയ പാതകളിൽ സിദ്ധന്മാരുടെ കാൽപ്പാടിൽ തെറ്റാതെന്നെ നയിക്കണമേ. സ്തോത്രം സ്തോത്രം കർത്താവേ, സ്തോത്രമായിരമായിരമായി അനവധിയായി സ്തോത്രം നാഥ. കൃപ വേണം ഞങ്ങളിലെന്നും. ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസ പഠന ക്ലാസുകൾ ശ്രദ്ധിക്കുന്ന കർത്താവിൽ വിശ്വാസികളെ, സഭയുടെ വിശ്വാസത്തെ സംബന്ധിച്ചും തിരുവചന സത്യത്തെ സംബന്ധിച്ചും നമുക്കൊന്നുചേർന്ന് പഠിക്കുവാൻ തക്കവണ്ണം മൂന്നാമതായി ഒരു ദിവസം കൂടെ ദൈവം തന്നിരിക്കുന്നു. അതിനെയോ ദൈവത്തെ സ്തുതിക്കാം. ഈ പഠനം മൂലം തിരുനാമം മഹത്വപ്പെടുവാനും സഭയുടെ കൊമ്പുയരുവാനും സമൂഹത്തിൽ നന്മ ലഭിക്കാനും ആത്മാക്കൾ രക്ഷപ്പെടുവാനും സംഗതിയാകട്ടെ. പൗലോസ് സംസാരിക്കാൻ ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് ലുദിയായുടെ ഹൃദയത്തെ തുറന്നതുപോലെ ഈ സത്യവിശ്വാസ പഠനം ശരിയായ ഹൃദയത്തിൽ പതിക്കുവാനും അത് സത്യവിശ്വാസത്തെ നമ്മിൽ വളർത്തുവാനും നമ്മൾ രൂപാന്തരവും മാനസാന്തരവും ഉണ്ടാകുവാനും ദൈവം സംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബലഹീനായ നമുക്ക് വേണ്ടിയും നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഒന്നാമത് വന്നത് പാപികളെ തേടിയാണ്. ഞാൻ നീതിമാന്മാരെ തേടിയല്ല, പാപികളെ തേടിയാണ് വന്നിരിക്കുന്നത്. പാപികൾ മാനസാന്തരപ്പെടുവാൻ തക്കവണ്ണമാണ് നമ്മുടെ കർത്താവ് കൽപ്പിച്ചു. നമ്മുടെ കർത്താവ് വീണ്ടും വരും. ഇനിയും കർത്താവ് വരുന്നത് സത്യവിശ്വാസികളെ തേടിയായിരിക്കും. വിശുദ്ധ ലൂക്കോസ് 18-ാം അധ്യായം 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? വിൽ ദ സൺ ഓഫ് മാൻ ഫൈൻഡ് റിയൽ ഫെയ്ത്ത് ഓൺ എർത്ത് വെൻ ഹി കംസ്? മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ യഥാർത്ഥ വിശ്വാസം, സത്യവിശ്വാസം കണ്ടെത്തുമോ? ഇതൊരു ചോദ്യത്തിന്
പ്രധാനമായ കർത്താവിൻ്റെ മനസ്സിലുള്ളത് സംശയമുണ്ടായിട്ടല്ല. കർത്താവ് ഭരമേൽപ്പിച്ചിട്ട് പോയ സത്യവിശ്വാസം കാത്തുസൂക്ഷിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരുടെ എണ്ണം വളരെ വിരളമായിരിക്കും എന്ന് നമ്മുടെ കർത്താവിന് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ട് ആ വിശ്വാസം നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ ഇടയായിത്തീരണം നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നതും കൊണ്ടാണ്. ആകയാൽ സത്യവിശ്വാസം എന്താണെന്നും അത് കാത്തുസൂക്ഷിക്കേണ്ടതാണ് എങ്ങനെയാണെന്നും ഒക്കെ നാം അറിഞ്ഞിരിക്കണം. പലതരം ഉപദേശങ്ങളഹോ പാരിൽ മുളച്ചു പരക്കുന്നു, ദൈവത്തിൻ്റെ ഉപദേശം തൊട്ട് അവസാനിപ്പിപ്പോൻ ധന്യൻ എന്ന മുൻ പാഠത്തിൽ നാം ചിന്തിക്കുകയുണ്ടായി. നമ്മുടെ വസ്തുക്കൾ വാങ്ങുമ്പോൾ അതിൻ്റെ പ്രമാണം, ടൈറ്റിൽ ഡീഡ് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ പ്രമാണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വസ്തു മറ്റുള്ളവർക്ക് കൈമാറ്റം ചെയ്യുവാനും അതുപോലെ ബാങ്കിൽ പണയം വെച്ചിട്ട് അതിന്മേൽ കടമെടുക്കുവാനും സാധിക്കുകയുള്ളൂ. നമ്മുടെ ക്രൈസ്തവ വിശ്വാസ ജീവിതത്തിൻ്റെ പ്രമാണമാണ് വിശ്വാസ പ്രമാണം, ക്രീഡ് എന്ന് പറയും. നിഖ്യയിലും കുസ്തന്തിനോപ്പോലിസിലും രൂപാന്തരപ്പെട്ട വിശ്വാസ പ്രമാണമാണ് അതുള്ളത്. അതാണ് നാം ചൊല്ലുന്നത്. വിശ്വാസം എല്ലാ ശുശ്രൂഷകളുടെയും അവസാനം വിശ്വാസ പ്രമാണം ഏറ്റുപറഞ്ഞുകൊണ്ടാണ് നാം അത് അവസാനിപ്പിക്കുന്നത്. ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായു കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുന്ന റോമാലേഖനം നാം വായിക്കുന്നു. നാം ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായു കൊണ്ട് ഏറ്റുപറയുന്നതാണ് നമ്മുടെ വിശ്വാസ പ്രമാണം. വിശ്വാസ പ്രമാണത്തിൻ്റെ കാതലായ വിശ്വാസ സത്യങ്ങൾ പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിലുള്ള വിശ്വാസമാണ് ഒന്നാമതായിട്ടുള്ളത്. അതായത് പരിശുദ്ധ തൃത്വത്തിലുള്ള വിശ്വാസം. രണ്ടാമത് കാതോലികവും ശ്ലൈഹികവും ഏകവും വിശുദ്ധമായ സഭയിൽ നാം വിശ്വസിക്കുന്നതായി ഏറ്റുപറയുന്നു. അതുകൂടാതെ സഭയിലെ വിശുദ്ധ കൂദാശകളിൽ നാം വിശ്വസിക്കുന്നതാണ്. പാപമോചനത്തിന് മാമോദീസ ഒന്ന് മാത്രം തുടങ്ങി നാം ഏറ്റുപറയുന്നത്. മരണാനന്തര ജീവിതത്തിൽ നാം വിശ്വസിക്കുന്നു. പുനരുത്ഥാനത്തിലും മരണാനന്തര ജീവിതത്തിലും നാം വിശ്വസിക്കുന്നുണ്ട്. അതോട് ചേർത്ത് നാം ചിന്തിക്കേണ്ടതാണ് നരകം, ന്യായവിധിയും നരകവും സ്വർഗവും എന്നല്ല. ഇതെപ്പോഴും ഓർക്കുന്നവൻ ഭാഗ്യവാനാണെന്ന് നാം പ്രാർത്ഥനയിൽ കൂടെ കേൾക്കുന്നുണ്ട്. ആകയാൽ മരണാനന്തര ജീവിതം, അതിനുശേഷം വരുവാനിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനിൽ നാം വിശ്വസിക്കുന്നു, നാം ഏറ്റുപറയുന്നു. വരുവാൻ ലോകത്തിലെ പുതിയ ജീവനായി നാം നോക്കി പാർക്കുന്നു. ഇതെല്ലാമാണ് വിശ്വാസ പ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന കാതലായ വിശ്വാസ സത്യങ്ങൾ. നാം ഇന്ന് പ്രത്യേകമായിട്ട് പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൽ ശരണപ്പെടുന്നതും സ്നാനം അഥവാ മാമോദീസയെക്കുറിച്ചാണ്. വേദപുസ്തകം ശരിക്ക് പഠിക്കുകയും പിതാക്കന്മാരുടെ പഠിപ്പിരിക്കൽ മനസ്സിലാകുകയും അപ്പസ്തോലിക വിശ്വാസം പിന്തുടരുകയും ചെയ്യുമ്പോൾ 3 വിധത്തിലുള്ള സ്നാനത്തെക്കുറിച്ച് നാം അറിഞ്ഞിരിക്കണം. 3 വിധത്തിലുള്ള സ്നാനം നാം ഏറ്റിരിക്കണം. ത്രിവിധ സ്നാനങ്ങൾ, ത്രിവിധ മാമോദീസ, 3 ടൈപ്സ് ഓഫ് ബാപ്റ്റിസം. ഇത് അറിയാൻ വയ്യാതെയാണ് പല സ്ഥലങ്ങളിൽ, പല കുളങ്ങളിൽ, പല വെള്ളത്തിൽ പോയി മുങ്ങുന്നതും വീണ്ടും സ്നാനം വേണമെന്നും ശിശുസ്നാനം തെറ്റാണെന്നും ഒന്നും അറിയാൻ വയ്യാത്ത കാലത്തേറ്റത് കൊണ്ട് പ്രയോജനമില്ലെന്നും അതുകൊണ്ട് പ്രായമായ അറിവോടുകൂടി മുങ്ങണമെന്നും ഒക്കെ പല ആളുകളും തെറ്റിദ്ധരിച്ച് പല സ്ഥലങ്ങളിൽ പോയി വീണ്ടും 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 സ്നാനം ഏൽക്കുന്ന കാര്യം നമുക്ക് അറിവുള്ളതാണല്ലോ. എന്താണ് ഇതിൻ്റെ ധാരണയും തെറ്റിദ്ധാരണയും എന്ന് നാം മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. പാപമോചനത്തിന് മാമോദീസ ഒന്ന് മാത്രം എന്ന് നാം ചൊല്ലുന്നുണ്ട്. അത് ചിലരെ വ്യക്തമായി മനസ്സിലാക്കാതെ പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമെന്ന് ചൊല്ലി കേൾക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ പോയി മുങ്ങുന്നതുകൊണ്ടായിരിക്കാം ഇത് ഒരിക്കൽ മാത്രമേ ഉള്ളൂ എന്ന് നാം പറയുന്നത്. ഏതായാലും പാപമോചനത്തിന് പല മാർഗങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. എന്നാൽ പാപമോചനത്തിനുള്ള മാമോദീസ ഒന്ന് മാത്രമേ ഉള്ളൂ. പാപമോചനത്തിലുള്ള മാമോദീസ ഒരിക്കൽ മാത്രമേ ഉള്ളൂ എന്ന് നാം വ്യക്തമായി മനസ്സിലാക്കണം. ശിശുവായിരുന്നപ്പോൾ പരിശുദ്ധ സഭയുടെ മാമോദീസ ഏറ്റത് വാലിഡാണ്. അത് മറ്റൊരു കാരണത്താലും അത് വാലിഡല്ല എന്ന് തെറ്റിദ്ധരിച്ചിട്ട്
വീണ്ടും സ്നാനത്തിൻ്റെ ആവശ്യമില്ല. നമ്മുടെ സഭയിൽ ശിശു സ്നാനവും മുതിർന്ന സ്നാനവും ഉണ്ട്. നാം ഏൽക്കേണ്ടത് വിശ്വാസികളുടെ മക്കൾ എന്ന വിധത്തിൽ സഭയുടെ അംഗങ്ങളായി സത്യവിശ്വാസികൾ ജനിക്കുന്ന മക്കൾ ശിശുപ്രായത്തിൽ മാമോദീസ കൈക്കൊള്ളണം, അത് ഏൽക്കണം. എന്നാൽ ഏതെങ്കിലും കാരണവശാൽ ശിശുസ്നാനം ഏൽക്കാതെ വന്നിട്ടുള്ളവർ മുതിർന്ന സ്നാനം സ്വീകരിക്കുന്നു. മറ്റുള്ള ആളുകൾ സഭയിൽ ചേരുമ്പോൾ പ്രായമായവരെ മുതിർന്ന സ്നാനം നാം വിധേയപ്പെടുന്നു. നാം ആരും മുതിർന്ന സ്നാനത്തിന് എതിരല്ല. ശിശു സ്നാനവും മുതിർന്ന സ്നാനവും നമ്മുടെ സഭയിലുണ്ട്. ആകയാൽ നാം മുതിർന്ന സ്നാനത്തിൽ തെറ്റാണെന്ന് ആരും ചിന്തിക്കരുത്. ശിശു സ്നാനം അത് സ്വീകാര്യമാണ്, ശരിയാണ്, വേദപുസ്തക ഐകികമാണ്, അപ്പസ്തോലികമാണ്, സത്യവിശ്വാസപരമാണ് എന്ന് നാം മനസ്സിലാക്കണം. ആകയാൽ സത്യവിശ്വാസികളായി ജീവിക്കുന്ന നാം വിശ്വാസ സ്നാനത്തെക്കുറിച്ചുള്ള, ത്രിവിധ സ്നാനത്തെക്കുറിച്ചുള്ള യഥാർത്ഥമായ ബോധവും ബോധ്യവും ഉള്ളവരായിരിക്കണം. ഒന്നാം മാമോദീസ എന്ന് പറയുന്നത് നമ്മുടെ മാമോദീസയെ സംബന്ധിച്ചാണ്. രണ്ടാം മാമോദീസ എന്ന് പറയുന്നത് വിശുദ്ധ കുംഭസാരത്തെ സംബന്ധിച്ചാണ്. മൂന്നാം മാമോദീസ എന്ന് പിതാക്കന്മാരും വേദപുസ്തകവും പഠിപ്പിക്കുന്നത് പീഡാനുഭവ സ്നാനത്തെക്കുറിച്ചാണ്. സത്യവിശ്വാസികളായി ജീവിക്കുമ്പോൾ നാം ഏൽക്കേണ്ടി വരുന്ന പീഡനങ്ങളെക്കുറിച്ച് മൂന്നാം സ്നാനമെന്ന് ചിന്തിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കണം. സഭയിൽ ശിശുസ്നാനത്തിന് വളരെയേറെ സ്ഥാനമുണ്ട്. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. വൃദ്ധനായാലും അവനത് വിട്ടുമാറുകയില്ല. കുഞ്ഞുങ്ങളുടെ അറിവ് മാമോദീസായിക്കോ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിനോ ദൈവിക ദാനങ്ങൾ സ്വീകരിക്കുന്നതിനോ ഒരു തടസ്സമല്ല എന്ന് മനസ്സിലാക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ വിശുദ്ധരായി വിശ്വാസികളെ വളരുമ്പോൾ അവർക്കും പല കാര്യങ്ങൾ ദൈവം തമ്പുരാൻ വെളിപ്പെടുത്തി കൊടുക്കും, യാതൊരു സംശയമില്ല. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നാം പ്രത്യേകമായിട്ട് വായിക്കുന്നത് ശ്രദ്ധേയമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 25-ഉം 26-ഉം വാക്യങ്ങൾ. ആ സമയത്ത് തന്നെ യേശു പറഞ്ഞത്, പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ, നീ ഇത് ജ്ഞാനികൾക്കും വിവേകൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അതേ പിതാവേ, ഇങ്ങനെയല്ലോ നിനക്ക് പ്രസാദം തോന്നിയത്. കുഞ്ഞുങ്ങൾക്ക് ദൈവം തമ്പുരാൻ വെളിപ്പെടുത്തി കൊടുക്കുന്ന വിശ്വാസ സത്യങ്ങളെക്കുറിച്ചാണ് നാം ഇവിടെ വായിച്ചു കേൾക്കുന്നത്. ദ ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിൻറ്റ് മാത്യു chapter 11 verses 25 and 26. At that time Jesus answered and said, I thank you, Father, Lord of heaven and earth, that you have hidden these things from the wise and prudent and have revealed them to babes. At that time Jesus answered and said, I thank you, Father, Lord of heaven and earth, that you have hidden these things from the wise and prudent and have revealed them to babes. കുഞ്ഞുങ്ങൾക്ക്, ശിശുക്കൾക്ക് ദൈവം തമ്പുരാൻ സത്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കും. ദൈവിക സത്യങ്ങൾ വെളിപ്പെടുന്നതിനും ദൈവിക രഹസ്യങ്ങളാകുന്ന കൂദാശകൾ സ്വീകരിക്കുന്നതിനും ശൈശവത്വം ഒരു തടസ്സമല്ലെന്ന് മാത്രമല്ല, ശൈശവത്തിൻ്റെ നിഷ്കളങ്കത്വവും നിർമ്മലത്വവും അതിന് സഹായം കൂടിയാണെന്നുള്ള കാര്യം ഒരിക്കലും നാം മറന്നു പോകരുത്. സ്നാനം പഴയ നിയമത്തിൽ പരിച്ഛേദനയുടെ സ്ഥാനത്താണ്, പുതിയ നിയമത്തിൽ വിശുദ്ധ മാമോദീസ എന്ന് നാം പ്രത്യേകം ഓർക്കണം. പഴയ നിയമത്തിലെ പരിച്ഛേദനയുടെ സ്ഥാനത്താണ് പുതിയ നിയമത്തിലെ മാമോദീസ. The holy baptism of the church is instead of the holy circumcision in the Old Testament. പരിച്ഛേദനയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗം ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിലാണ്. വിശുദ്ധ മാമോദീസയെക്കുറിച്ച് പരിച്ഛേദന, കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന എന്നൊരു പേര് പരിശുദ്ധ പൗലോസ് ശ്ലീഹ കൊലോസ്യന് കൊടുത്തിരിക്കുന്ന നമുക്ക് കാണാം. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 11-ഉം 12-ഉം വാക്യങ്ങൾ. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം
അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു. സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയുള്ള വിശ്വാസത്താൽ അവനോട് നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും ഏറ്റു. വിശുദ്ധ മാമോദീസായ്ക്ക് പൗലോസ്ലീഹ കൊടുക്കുന്ന ഒരു പേരാണ് കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന. പഴയ നിയമത്തിൽ 2 വിധമായ പരിച്ഛേദനയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അത് ജഡത്തിൻ്റെ പരിച്ഛേദനയെക്കുറിച്ച് മാത്രമാണ് സാധാരണ ആളുകൾ പറയാറുള്ളതും ചിന്തിക്കാറുള്ളതും. 2 വിധമായ പരിച്ഛേദന അവിടെയുണ്ട്. ഒന്ന് ജഡത്തിൻ്റെ പരിച്ഛേദന, 2 ഹൃദയത്തിൻ്റെ പരിച്ഛേദന. ജഡത്തിൻ്റെ പരിച്ഛേദനയാണ് സർക്കംസിഷൻ നമ്മൾ മനസ്സിലാക്കാറുള്ളത്. എന്നാൽ ഹൃദയത്തിൻ്റെ പരിച്ഛേദനയ്ക്ക് മാനസാന്തരത്തെക്കുറിച്ചാണ് ഹൃദയത്തിൻ്റെ പരിച്ഛേദന എന്ന് നാം പറയുന്നത്. ആവർത്തന പുസ്തകം 30-ാം അധ്യായം 6-ാം വാക്യത്തിൽ, നീ ജീവിച്ചിരിക്കേണ്ടതിന് നിൻ്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും സ്നേഹിപ്പാൻ തക്കവണ്ണം നിൻ്റെ ദൈവമായ യഹോവ നിൻ്റെ ഹൃദയവും നിൻ്റെ സന്തതിയുടെ ഹൃദയവും പരിച്ഛേദന ചെയ്യും. ഹൃദയത്തിൻ്റെ പരിച്ഛേദന അത് മാനസാന്തരത്തെക്കുറിച്ചാണ് പറയുന്നത്. ആകയാൽ ഹൃദയത്തിൻ്റെ പരിച്ഛേദനയും നാം വേണ്ടവിധം മനസ്സിലാക്കണം. പഴയ നിയമത്തിലെ ജഡത്തിൻ്റെ പരിച്ഛേദനയുടെ സ്ഥാനത്ത് വിശുദ്ധ മാമോദീസയാണ്. എന്നാൽ ഹൃദയത്തിൻ്റെ പരിച്ഛേദനയുടെ സ്ഥാനത്താണ് മാനസാന്തരം. അതുകൊണ്ടാണ് മാനസാന്തരപ്പെട്ട് മാമോദീസ കൈക്കൊള്ളുവാൻ ആഹ്വാനം ചെയ്യുന്നത്. ആകയാൽ ഹൃദയത്തിൻ്റെ പരിച്ഛേദന പരിശുദ്ധ മാനസാന്തരമായി നാം പ്രത്യേകമായി മനസ്സിലാക്കണം. ആകയാൽ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന വിശുദ്ധ മാമോദീസയാണ്. ഈ പരിച്ഛേദന ഏൽക്കേണ്ട സമയം 8-ാം ദിവസമാണ് എന്നുള്ള കാര്യം പ്രത്യേകം നാം ഓർത്തിരിക്കണം. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൽ ഇത് പ്രത്യേകമായിട്ട് കൊടുത്തിരിക്കുന്നു. 7-ാം വാക്യം മുതൽ 14-ാം വാക്യം വരെയും പിന്നീട് 25, 26, 27 വാക്യങ്ങളും നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ഉൽപ്പത്തി പുസ്തകം 17-ന്റെ 7 തൊട്ട് 14. ഞാൻ നിനക്കും നിൻ്റെ ശേഷം നിൻ്റെ സന്തതിക്കും ദൈവമായിരിക്കേണ്ടതിന് ഞാൻ എനിക്കും നിനക്കും നിൻ്റെ ശേഷം തലമുറ തലമുറയായി നിൻ്റെ സന്തതിക്കും മധ്യേ എൻ്റെ നിയമത്തെ നിത്യനിയമമായി സ്ഥാപിക്കും. ഞാൻ നിനക്കും നിൻ്റെ ശേഷം നിൻ്റെ സന്തതിക്കും നീ പ്രവാസം ചെയ്യുന്ന ദേശമായ കനാൻ ദേശമൊക്കെയും ശാശ്വത അവകാശമായി തരും. ഞാൻ അവർക്ക് ദൈവമായിരിക്കും. ദൈവം പിന്നെ അബ്രഹാമിനോട് അരുളി ചെയ്തത്, നീയും നിൻ്റെ ശേഷം തലമുറ തലമുറയായി നിൻ്റെ സന്തതിയും എൻ്റെ നിയമം പ്രമാണിക്കണം. എനിക്കും നിങ്ങൾക്കും നിൻ്റെ ശേഷം നിൻ്റെ സന്തതിക്കും മധ്യയുള്ളതും നിങ്ങൾ പ്രമാണിക്കേണ്ടതുമായ എൻ്റെ നിയമമാവിത്. നിങ്ങളിൽ പുരുഷപ്രജയൊക്കെയും പരിച്ഛേദന ഏൽക്കണം. നിങ്ങളുടെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യണം. അത് എനിക്കും നിങ്ങൾക്കും മധ്യയുള്ള നിയമത്തിൻ്റെ അടയാളമായിരിക്കും ആകും. തലമുറ തലമുറയായ നിങ്ങളിൽ പുരുഷപ്രജയൊക്കെയും 8 ദിവസം പ്രായമാകുമ്പോൾ പരിച്ഛേദന ഏൽക്കണം. 12-ാം വാക്യം പ്രത്യേകം ശ്രദ്ധിക്കണം. തലമുറ തലമുറയായി നിങ്ങൾ പുരുഷപ്രജയൊക്കെയും 8 ദിവസം പ്രായമാകുമ്പോൾ പരിച്ഛേദന ഏൽക്കണം. വീട്ടിൽ ജനിച്ച ദാസനായാലും നിൻ്റെ സന്തതിയായാൽ അല്ലാത്തവനായി അന്യനോട് വിലയ്ക്ക് വാങ്ങിയവനായാലും ശരി, നിൻ്റെ വീട്ടിൽ ജനിച്ച ദാസനും നീ വില കൊടുത്ത് വാങ്ങിയവനും പരിച്ഛേദന ഏറ്റേ കഴിയൂ. എൻ്റെ നിയമം നിങ്ങളുടെ ദേഹത്തിൽ നിത്യനിയമമായിരിക്കണം. അഗ്രചർമ്മിയായ പുരുഷപ്രജ പരിച്ഛേദന ഏൽക്കാതിരുന്നാൽ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയണം. അവൻ എൻ്റെ നിയമം ലംഘിച്ചിരിക്കുന്നു. ജനസിസ് ചാപ്റ്റർ 17 വേഴ്സസ് 7-14. Again we have to read verses 25-27. അവൻ്റെ മകനായ 24 onwards. അബ്രഹാം പരിച്ഛേദന ഏറ്റപ്പോൾ അവന് 99 വയസ്സായിരുന്നു. അവൻ്റെ മകനായ ഇശ്മായേൽ പരിച്ഛേദന ഏറ്റപ്പോൾ അവന് 13 വയസ്സായിരുന്നു. അബ്രഹാമും അവൻ്റെ മകനായ ഇശ്മായേലും ഒരേ ദിവസത്തിൽ പരിച്ഛേദന ഏറ്റു. വീട്ടിൽ ജനിച്ച ദാസന്മാരും അന്യരോട് അവൻ വിലയ്ക്ക് വാങ്ങിയവരുമായി അവൻ്റെ വീട്ടിലുള്ളവർ എല്ലാവരും അവനോട് പരിച്ഛേദന ഏറ്റു. അബ്രഹാമിന് നിയമം കൊടുത്തപ്പോൾ അബ്രഹാമിന് 99 വയസ്സായിരുന്നു. അബ്രഹാമിൻ്റെ മകൻ ഇശ്മായേലിന് 13 വയസ്സായിരുന്നു. ആകയാൽ 99 വയസ്സുകാരൻ അബ്രഹാമും
13 വയസ്സുകാരൻ ഇശ്മായേലും 8 ദിവസം പ്രായമായവരൊക്കെ പുരുഷപ്പജയൊക്കെയും ഒരുമിച്ച് പരിച്ഛേദന ഏറ്റു. ആകയാൽ പരിച്ഛേദനയ്ക്ക് പ്രായപരിധി ഇല്ലാത്തതുപോലെ എന്നാൽ നിവൃത്തിയുള്ളിടത്തോളം 8-ാം ദിവസമോ ശിശുപ്രായത്തിലോ പരിച്ഛേദന ഏൽക്കുകയും വേണം. ആയതുപോലെ പരിശുദ്ധ സഭയിൽ മാമോദീസായും ഏത് പ്രായത്തിലും സ്വീകരിക്കാം. എന്നാൽ വിശ്വാസികളായ അവരുടെ കുഞ്ഞുങ്ങൾ ശിശുപ്രായത്തിലും പിന്നെ അത് ഏൽക്കുവാൻ സാധിക്കാതെ വന്നാൽ മുതിർന്ന പ്രായത്തിലും, മുതിർന്നവർ സഭയിലേക്ക് ചേരുമ്പോൾ മുതിർന്ന പ്രായത്തിലും സ്നാനമേൽക്കുന്നു. ആകയാൽ ശിശു സ്നാനവും മുതിർന്ന സ്നാനവും ഒരുപോലെ സഭയിൽ സ്വീകാര്യമാണെങ്കിലും ശിശുപ്രായത്തിൽ മാമോദീസ ഏൽക്കുവാൻ തക്കവണ്ണമാണ് പ്രേരിപ്പിക്കുന്നതും പ്രചോദിപ്പിക്കുന്നതും വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നതും എന്ന് നാം ഓർത്തിരിക്കണം. ആകയാൽ ശിശു സ്നാനത്തിനെതിരായി തെറ്റായി പഠിപ്പിക്കുന്നവർ വേദപുസ്തകം ശരിക്ക് മനസ്സിലാക്കാത്തവർ ആണ് എന്ന് വിശ്വാസികളായ നിങ്ങളേവരും അറിഞ്ഞിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്ന് പ്രത്യേകമായി നാം ഓർക്കണം. 8-ാം ദിവസം പരിച്ഛേദനയുടെ സ്ഥാനത്താണ് വിശുദ്ധ മാമോദീസ എങ്കിൽ 8-ാം ദിവസം എന്തുകൊണ്ട് ഓർത്തഡോക്സ് സഭ കുഞ്ഞുങ്ങൾക്ക് മാമോദീസ കൊടുക്കുന്നില്ല എന്ന് ചോദിച്ചേക്കാം. 8-ാം ദിവസം കുഞ്ഞുങ്ങൾക്ക് മാമോദീസ കൊടുക്കാതെ ഇരിക്കുന്നതിൻ്റെ ഒരു കാരണം ശുദ്ധീകരണ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് കുഞ്ഞിനെ കൊണ്ട് ദേവാലയത്തിലേക്ക് മാതാപിതാക്കൾ വരും. മാതാവിൻ്റെ ശുദ്ധീകരണ നിയമങ്ങളൊക്കെ പാലിക്കുമ്പോൾ ദേവാലയ പ്രവേശനം നമ്മുടെ കർത്താവ് നടന്ന 40-ാമത്തെ ദിവസമാണ്. ആൺമക്കളാണെങ്കിൽ ഇത്ര ദിവസമെന്നും പെൺകുട്ടികൾ ഇത്ര ദിവസം എന്നുള്ള നിയമങ്ങൾ ലേവ്യ പുസ്തകത്തിൽ. ആകയാൽ ഇതെല്ലാം കണക്കിലാക്കൊണ്ട് 2-3 മാസം കഴിയുമ്പോൾ കുഞ്ഞിനെയും കൊണ്ട് മാമോദീസ കൊടുക്കുവാൻ തക്കവണ്ണം ദേവാലയത്തിലേക്ക് പോകുന്ന പതിവാണുള്ളത്. ആകയാൽ ശൈശവപ്രായത്തിന് നാം കുഞ്ഞുങ്ങൾക്ക് മാമോദീസ കൊടുക്കുന്നത് വേദപുസ്തകത്തിലെ നിയമങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ടും പാലിച്ചും കൊണ്ടുകൂടെയാണ് എന്ന് പ്രത്യേകമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണ്. വിശുദ്ധ മാമോദീസ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അറിവില്ലല്ലോ എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം അറിവില്ലാതിരിക്കുക എന്ന് പറയുന്നൊരു കാര്യമില്ല. കുഞ്ഞുങ്ങൾക്ക് അറിവുണ്ട്. എന്നാൽ കുഞ്ഞുങ്ങൾക്ക് അറിയാമെന്നുള്ള കാര്യം പറയുവാൻ അവർക്ക് സാധിക്കുന്നില്ല. നാം പ്രായമാകുമ്പോൾ പോലും പല കാര്യങ്ങളും നമുക്കറിയാമെങ്കിലും പറയുവാൻ സാധ്യമല്ലല്ലോ. നാം കഴിക്കുന്ന ആഹാരത്തിൻ്റെ രുചി നമുക്കറിയാമെങ്കിലും അത് എങ്ങനെയാണെന്ന് പറയാൻ നമുക്കറിയത്തില്ല. പൊട്ടാസ്യം സേന പോലുള്ള കാര്യങ്ങൾ നാം അനുഭവിച്ചതിനെക്കുറിച്ച് ഒന്നും തന്നെ പറയുവാൻ ആൾ ജീവിച്ചിരിക്കുക പോലും ചെയ്യില്ല എന്നുള്ള കാര്യം പ്രത്യേകമായി ഓർത്തിരിക്കണം. നമുക്കറിയാം, പറയുവാൻ സാധ്യമല്ല. യേശുവയുടെ ഉദരത്തിലുണ്ടായിരുന്ന ശിശു നമ്മുടെ കർത്താവിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യമറിയാവിൻ്റെ ശബ്ദം വചനം കേട്ടപ്പോൾ ഉള്ളിൽ തിരിച്ചറിഞ്ഞിട്ട് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് തുള്ളിച്ചാടിയ അനുഭവം നമുക്കറിയാം. ഭാരത പശ്ചാത്തലത്തിലും അർജുനൻ്റെ അഭിമന്യു ചക്രവ്യൂഹം ഭേദിച്ച് കയറുവാൻ ഉള്ള പാഠം പഠിച്ചത് തൻ്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ചാണെന്നുള്ള കാര്യം പ്രത്യേകം ഒന്ന് ഓർക്കണം. നമ്മുടെ നാട്ടിൻപുറത്തെ ഭാഷയിൽ കുടം പൊട്ടി പുറത്തു വന്നാൽ നമുക്ക് കതിൽ കൊണ്ട് വളം വെച്ചാൽ പ്രയോജനമില്ല. കതിൽ കൊണ്ട് വളം വെച്ചാൽ പ്രയോജനം എന്ന് പറഞ്ഞാൽ കതിര് പൊട്ടി പുറത്തു വരുന്നതിൻ്റെ കുടമായിരിക്കുന്ന അവസ്ഥയിലായിരിക്കണം വളം കൊടുക്കേണ്ടതായ. ഗർഭപാത്രത്തിൽ വെച്ച് പഠിക്കാത്തതൊന്നും ഈ കുട്ടിക്ക് പാലിക്കുവാൻ സാധ്യമല്ല എന്നുള്ള കാര്യം ഓർത്തുകൊള്ളണം. അടിസ്ഥാനപരമായി എല്ലാം ഗ്രഹിക്കുന്നതിൻ്റെ അടിസ്ഥാനം അമ്മയുടെ ഉദരത്തിൽ വെച്ചാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളണം. ശിംശോൻ്റെ വളർച്ചയെക്കുറിച്ച്, ശിംശോൻ വളരുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ശിംശോൻ്റെ മാതാപിതാക്കളോട് ദൂതൻ പറയുന്നുണ്ട്. അക്കൂട്ടത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്, ശിംശോൻ വളരുമ്പോൾ നാസിർ വിറസ്തനായിരിക്കണം, അവൻ മുടി കത്തിരിക്കുവാൻ പാടില്ല, മുന്തിരിങ്ങയുടെ അനുഭവം ഭക്ഷിപ്പാൻ പാടില്ല. അതുകൊണ്ട് ശിശുവിനെ ഉദരത്തിൽ വെച്ചുകൊണ്ട് അമ്മ മുന്തിരിങ്ങ തിന്നാൻ പാടില്ല എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നതായി ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. ആകയാൽ അമ്മയുടെ ഉദരത്തിൽ ശിശു ഉരുവാകുന്നത് മുതൽ പഠനവും അനുഭവവും വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നുള്ള കാര്യം ഒരിക്കലും നാം മറന്നു പോകരുത്. ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് പൾസ് പോളിയോ കൊടുക്കുന്നെങ്കിൽ ഇനി ഭാവിയിൽ കൊടുക്കുന്നത് കുഞ്ഞുങ്ങൾക്കായിരിക്കത്തില്ല പോളിയോ,
കുഞ്ഞുങ്ങൾ ഉദരത്തിലായിരിക്കുമ്പോൾ അമ്മയ്ക്കായിരിക്കും പൾസ് പോളിയോ കൊടുക്കുമെന്നുള്ള കാര്യം വൈദ്യശാസ്ത്ര മേഖലയിൽ ഗവേഷണ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ഒരു പക്ഷേങ്കിൽ അത് പത്രത്തിലും വാർത്തകളിലുമൊക്കെ വരുന്നത് ഇനിയും വളരെ വളരെ വർഷങ്ങൾ കഴിഞ്ഞായിരിക്കും എന്നുള്ള കാര്യം നാം മറക്കരുത്. എന്നാൽ ആ കാര്യങ്ങളെക്കുറിച്ച് ബോധ്യമുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. ആകയാൽ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. പഠിച്ചെടുക്കുന്നതിനേക്കാൾ കൂടുതൽ അവർ പിടിച്ചെടുക്കും. ഉദരത്തിലായിരിക്കുമ്പോഴും അവർ പഠിച്ചെടുക്കുകയും പിടിച്ചെടുക്കുകയും ചെയ്യും, യാതൊരു സംശയമില്ല. അതല്ലേ ഇപ്പോൾ വൈദ്യശാസ്ത്രവും അത് ശരിയാണെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ആകയാൽ ശിശുക്കൾക്കൊന്നും അറിയത്തില്ല എന്ന് പറയുവാൻ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഒരിക്കലും മുതിരരുത്, ബോധമില്ലാത്തവരായി തീരരുത് എന്ന് സ്നേഹത്തോടെ നാം ഓർപ്പിക്കുന്നു. ശിശുസ്നാനത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ പ്രത്യേകമായിട്ട് ഓർത്തുകൊള്ളണം. 1 കൊരിന്ത്യർ 10-ാം അധ്യായം വായിക്കുമ്പോൾ ഇസ്രായേൽക്കാരെ ചെങ്കടൽ കൂടെ കടന്നതിനെ സ്നാനത്തിന് മുൻകുറിയായി പരിശുദ്ധ പൗലോസ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. ആദ്യ ഭാഗം മുതൽ 1, 2, 3, 4 വാക്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സഹോദരന്മാർ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്നു. എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്ന് എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു. എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയെന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. എങ്കിലും അവരിൽ മിക്കപേരിലും ദൈവം പ്രസാദിച്ചില്ല. സഹോദരന്മാർ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു. എല്ലാവരും ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയെന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. ചെങ്കടൽ കടന്നത് മുതിർന്നവർ മാത്രമായിരുന്നില്ല, പുരുഷന്മാർ മാത്രമായിരുന്നില്ല. മുതിർന്ന പുരുഷന്മാരും സ്ത്രീകളും കുഞ്ഞുങ്ങളും ശിശുക്കളും ഒക്കെ ആയിരുന്നു. ആബാലവൃദ്ധൻ ജനങ്ങൾ അത് കടന്നു. ആകയാൽ ആ കടന്നുപോയ ആബാലവൃദ്ധൻ ജനങ്ങളും മാമോദീസ ഏറ്റു എന്നാണ് പരിശുദ്ധ പൗലോസ്ലീഹ സാക്ഷിക്കുന്നത്. ഇതൊക്കെ വിശ്വസിക്കുന്ന ഒരാൾക്ക് ശിശുസ്നാനം തെറ്റെന്ന് എങ്ങനെ പറയാൻ സാധിക്കും? വേദപുസ്തകം അറിയില്ല എന്നുള്ളതിൻ്റെ തെളിവാണെന്ന് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കിക്കൊള്ളണം. അങ്ങനെ പറയുന്നവർക്ക് വേദപുസ്തകം അറിഞ്ഞുകൂടാ എന്ന് പ്രത്യേകമായി നാം ഓർത്തിരിക്കണം. 1 Corinthians chapter 10 verses 1-5. 1 Corinthians chapter 10 verses 1-5. Moreover, brethren, I do not want you to be unaware that all our fathers were under the cloud, all passed through the sea, all were baptized into Moses in the cloud and in the sea, all ate the same spiritual food, and all drank the same spiritual drink, for they drank of that spiritual rock that followed them. That rock was Christ. But with most of them God was not well pleased, for their bodies were scattered in the wilderness. നാം പരിശുദ്ധ മാമോദീസ ഏറ്റാൽ മാത്രം പോരാ, അതനുസരിച്ച് ജീവിക്കണം. അല്ലെങ്കിൽ ദൈവം നമ്മിൽ പ്രസാദിക്കുകയില്ല എന്നുള്ള കാര്യം ഓർത്തുകൊള്ളണം. മാമോദീസയുടെ അനുഭവത്തിൽ, കൗദാശി അനുഭവത്തിൽ നാം ജീവിച്ചേ മതിയാകും. ശിശുപ്രായത്തിൽ സാത്താനെ നാം ഉപേക്ഷിച്ചു, മശിഹായെ സ്വീകരിച്ചെങ്കിൽ പ്രായമാകുമ്പോഴും എപ്പോഴും സാത്താനെ ഉപേക്ഷിച്ചും മശിഹായെ സ്നേഹിച്ചും കഴിയണം. നാം കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി ഏറ്റുപറഞ്ഞത് ഒരു തലത്തൊട്ട അമ്മയോ അപ്പനോ ആണ്. 4 പേർ ഒരു പക്ഷപാതക്കാരനെ ചുമന്നുകൊണ്ട് പോയപ്പോൾ അവരുടെ വിശ്വാസം കണ്ട് കർത്താവിനോട് കരുണ കാണിച്ചവനെ സൗഖ്യമാക്കിയതുപോലെ ചുമന്നുകൊണ്ടുപോയവരുടെ വിശ്വാസം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് വേദപുസ്തകം നാം പഠിക്കണം, മനസ്സിലാക്കണം. ചുമന്നുകൊണ്ടുപോയി വിശ്വാസമില്ലാത്തവരെ കൊണ്ട് നാം കുഞ്ഞുങ്ങളെ വേണ്ടി തലത്തൊട്ട് അപ്പനോ അമ്മയാകുവാൻ ഒരിക്കലും നാം പ്രേരിപ്പിക്കുകയില്ല. എബ്രായ ശിശുവായ മോശക്കുഞ്ഞിനെ പാല് കൊടുക്കേണ്ടത് ഒരു എബ്രായ സ്ത്രീയാണെന്ന് ഫറവോൻ്റെ മകൾ പോലും നിർദ്ദേശിച്ചില്ലേ? അതുകൊണ്ടാണ് വിശ്വാസം ഏറ്റുപറയുവാനും തലത്തിടുവാനും തക്കണം ഈ സത്യവിശ്വാസത്തിൽ നിലനിൽക്കുകയും അതിനെ പിൻപറ്റുകയും ചെയ്യുന്നവരെ മാത്രമേ നാം അനുവദിക്കുകയുള്ളൂ എന്നുള്ള കാര്യം ഓർത്തുകൊള്ളണം. മറ്റ് ഇതര സവിഭാഗങ്ങളോട് പിണക്കോ പ്രയാസമോ ഉണ്ടായിട്ടല്ല.
ഈ സത്യവിശ്വാസത്തിൽ ഞാൻ ഈ കുട്ടിയെ വളർത്തിക്കൊള്ളാമെന്ന് ഏറ്റു പറയണമെങ്കിൽ ഈ സത്യവിശ്വാസം നിലനിൽക്കുകയും അത് പാലിക്കുകയും ചെയ്യുന്ന സഭ അംഗങ്ങൾ തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് എൻ്റെ സാങ്കത്യം എന്നുള്ള കാര്യം നാം ഒരിക്കലും വിസ്മരിച്ചു പോകരുത്. ആകയാൽ ഇസ്രായേൽക്കാർ ചെങ്കടൽ കടന്നത് സ്നാനത്തിന് മുൻകുറിയാണെങ്കിൽ അബാലവൃദ്ധം കുഞ്ഞുങ്ങളും അമ്മയുടെ ഉദരത്ത് കിടന്ന കുഞ്ഞുങ്ങൾ പോലും സ്നാനമേറ്റതായി നാം മനസ്സിലാക്കിയേ പറ്റൂ, വിശ്വസിച്ചേ മതിയാകൂ. ചിലപ്പോൾ ചിലർ പറയും എല്ലാവരും മുങ്ങി സ്നാനമേൽക്കണം, മാമോദീസ എന്ന് പറയുന്നത് മുഴുകലാണ് എന്നൊക്കെ പറയും. മുഴുകി സ്നാനമേൽക്കണം, യാതൊരു സംശയമില്ല. മേഘത്തിന് കീഴിലും സമുദ്രത്തിലൂടെയും അവർ സ്നാനമേറ്റു. സമുദ്രത്തിൽ കൂടെ പോയപ്പോൾ അവർ സമുദ്രത്തിൽ ഉണങ്ങിയ പാതയിൽ കൂടെ പോയി വെള്ളം ചെറുപോലെ കെട്ടി നിന്നതേ ഉള്ളൂ. അവർ മുങ്ങിയല്ല പോയെന്നുള്ള കാര്യം ഓർത്തുകൊള്ളണം. മേഘത്തിന് കീഴിൽ കൂടെ അവർ സ്നാനമേറ്റെങ്കിൽ മേഘത്തിനകത്ത് വെള്ളം നിറഞ്ഞിരിക്കുന്നു. മേഘത്തിൻ്റെ കീഴിൽ കൂടെ പോയത് സ്നാനത്തിന് മുൻകുറിയാണ്. ആകയാൽ മാമോദീസ തൊട്ടിയിൽ കാർമികൻ വെള്ളമെടുത്ത് ശിശുവിൻ്റെയോ മാമോദീസ മുങ്ങുന്ന ആളുടെ തലയുടെ മുകളിൽ പിടിക്കുമ്പോൾ അവർ വെള്ളത്തിൽ മുഴുകിയതിന് തുല്യമാണ് എന്നുള്ള കാര്യം ഓർക്കണം. ഇസ്രായേൽ മക്കൾ ചെങ്കടൽ കടന്നത് നീന്തി തുടിച്ചു പോവുകയല്ലായിരുന്നു എന്നുള്ള കാര്യമാണ്. സൈഡിൽ ചിറ പോലെ കിട്ടുന്ന വെള്ളം തെറിച്ച് വീണ് കാണും, ഏതായാലും സംശയമില്ല. ഏതായാലും മുങ്ങി കുളിച്ച് വേണം മാമോദീസ ഏക്കണ്ട എന്ന് പൂർണ്ണമായി ആരും വാദിക്കരുത് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളണം. എന്നാൽ ദൈവത്തിൻ്റെ കൽപ്പനയനുസരിച്ച് ചെങ്കടൽ കടന്നുപോയവരെല്ലാം സ്നാനമേറ്റു. എന്നാൽ ദൈവകൽപ്പനയ്ക്ക് വിരുദ്ധമായി ഇസ്രായേൽ മക്കളെ പിന്തുണ നശിപ്പിക്കുവാൻ വന്ന ഫറവോനും സൈന്യവും ചെങ്കടൽ മുങ്ങി അവർ ചത്ത് പൊങ്ങിപ്പോയി. ആകയാൽ പരിശുദ്ധ മാമോദീസ ഏറ്റ ആളുകൾ വീണ്ടും മുങ്ങണമെന്ന് പറഞ്ഞ് കുളത്തിലോ കടലിലോ ടെറസിലെ ടാങ്കിലോ മുങ്ങുമ്പോൾ ഫറവോനും സൈന്യവും മുങ്ങി ചത്തു പൊങ്ങിയതുപോലെ പോകാൻ സാധ്യതയുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ആകയാൽ സത്യവിശ്വാസികൾ വേദപുസ്തകം അനുസരിച്ച് പരിശുദ്ധ മാമോദീസ ഏറ്റ് ജീവിക്കുന്നവരാണ്. മാമോദീസ ഏറ്റ് നമ്മുടെ തെറ്റെന്ന് പറയുന്ന ശിശുസ്നാനമല്ല. നമ്മൾ വളരുമ്പോൾ മാമോദീസയുടെ അർത്ഥം മനസ്സിലാക്കി നാം ജീവിക്കുന്നില്ല, നമ്മെ ജീവിക്കുവാൻ പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് തെറ്റെന്നുള്ള കാര്യം ഓർത്തുകൊള്ളണം. ആകയാൽ നാം എല്ലാവരും പ്രായമാകുന്നതനുസരിച്ച് മാമോദീസയുടെ അനുഭവത്തിൽ ജീവിക്കുവാൻ ഒരിക്കലും മറന്നു പോകരുത് എന്ന സ്നേഹത്തോടെ നാം ഓർപ്പിക്കുന്നു. കുഞ്ഞുങ്ങൾ മാമോദീസ ഏൽക്കുമ്പോൾ അവർക്കൊന്നും അറിയത്തില്ല എന്ന് പറയുന്നവർ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചുകൊള്ളണം. അവർക്ക് അറിവുണ്ട്, അല്ലെങ്കിൽ തന്നെയും അവരുടെ അറിവിന് വലിയ പ്രസക്തി ഒന്നുമില്ല. നമ്മുടെ ആധ്യാത്മിക അനുഭവം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ നൽവൻ നമുക്ക് ലഭിക്കുന്നതും സ്വീകരിക്കുന്നതും ബൗദ്ധികമായ അതിൻ്റെ ഏറ്റക്കുറച്ചിൽ അനുസരിച്ചല്ല എന്നുള്ള കാര്യം ഓർക്കണം. കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് ബുദ്ധി ആവശ്യമാണ്, ബോധം അത്യാവശ്യമാണ് എന്ന് മാത്രമേ ഉള്ളൂ. ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായം 37-ാം വാക്യം വായിക്കുമ്പോൾ ജനറ്റിക് എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെൻറ്റിനെക്കുറിച്ച് അവിടെ നമുക്ക് വായിക്കുവാൻ സാധിക്കും. ജനറ്റിക് എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെൻറ്റ് അതിൻ്റെ പേറ്റൻറ്റ് റൈറ്റ് ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ ബലഹീന നാം അത് കൊടുക്കുവാൻ റെക്കമെൻഡ് ചെയ്യുന്നത് യാക്കോബിനായിരിക്കും. അബ്രഹാം, ഇസാഖ്, യാക്കോബാണ് ജനറ്റിക് എഞ്ചിനീയറിങ്ങിൻ്റെ പേറ്റൻറ്റ് റൈറ്റായിട്ട് അതിൻ്റെ ഉടമസ്ഥനായിട്ട് എനിക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. യാക്കോബ് വളരെ സൂത്രശാലിയായിരുന്നു, ബുദ്ധിമാനായിരുന്നു. അവന് പല കൗശലങ്ങളും ബുദ്ധിയുമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ദൈവം തിരഞ്ഞെടുത്തതാണ് എന്നുള്ള കാര്യം നാം ഒരിക്കലും വിസ്മരിച്ചു പോകരുത്. യാക്കോബ് തൻ്റെ സഹോദരനെ അപ്പനെയും പറ്റിച്ചിട്ട് ജ്യേഷ്ഠാവകാശം വാങ്ങിച്ചു, അനുഗ്രഹമൊക്കെ വാങ്ങിച്ചല്ലേ. അതിനുശേഷം ഭവനത്തിൽ നിന്ന് ഓടിപ്പോകേണ്ടതായി വന്നു. അമ്മയുടെ ആലോചന അനുസരിച്ച് അമ്മയുടെ ആങ്ങള ലാബാൻ്റെ ഭവനത്തിൽ ചെല്ലുന്നു. ലാബാൻ്റെ ഭവനത്തിൽ ലാബാൻ്റെ മക്കളെ ഇഷ്ടപ്പെടുന്നു, അവരെ സ്നേഹിക്കുന്നു. ലാബാൻ ആവശ്യപ്പെടുന്നുണ്ട്, മക്കളെ വിവാഹത്തിൽ ലഭിക്കണമെങ്കിൽ അധ്വാനശീലനായി, ആരാധിക്കുന്നവനായി, നിയന്ത്രണമുള്ളവനായി ഇവിടെ ജീവിക്കണം. ആടുകളെ മേയ്ക്കണം. 7 വർഷം ആടുകളെ മേടിച്ചു. ലാബാൻ്റെ ഇളയ മകളെയാണ് കണ്ടിഷ്ടപ്പെട്ടെങ്കിലും മൂത്ത മകളെ വിവാഹം കഴിഞ്ഞതിന് ശേഷമേ ഇളയ മകളെ കൊടുക്കുവാൻ സാധ്യമുള്ളൂ. ആകയാൽ മൂത്ത മകളെ വിവാഹം കഴിക്കുക, വീണ്ടും 7 വർഷം കൂടെ ആടുകളെ നോക്കി ആരാധനയിലും അധ്വാനത്തിലും ആത്മനിയന്ത്രണത്തിലും കഴിയുവാൻ
ആവശ്യപ്പെടുന്നു. വീണ്ടും അപ്രകാരം 7 വർഷത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം ഇളയ മകളെയും വിവാഹം കഴിച്ച് ലഭിക്കുന്നുണ്ട്. എന്നാൽ അതിനുശേഷം ലാബാൻ ചോദിക്കുന്നു, നീ ഇത്രയൊക്കെ ആയി എന്നെ ശുശ്രൂഷിക്കുന്നല്ലോ, അതിന് കാര്യം അവൻ തന്നിട്ടില്ലോ, എന്താണ് വേണ്ടത്? ബുദ്ധിമാനായ യാക്കോബ് പറയുന്നു, എനിക്ക് ഈ ആട്ടിൻകൂട്ടത്തിൽ കുറച്ച് ആടുകളെ മതി, എന്നാൽ വരയും പുള്ളിയുമുള്ള ആടുകളെ എനിക്ക് തരണം. അത് വളരെ കുറച്ചേ ഉള്ളായിരുന്നു. എന്നാൽ വരയും പുള്ളിയും ഇല്ലാത്ത ആടുകളെ എൻ്റെ കൂട്ടത്തിൽ കണ്ടാൽ മോഷ്ടിച്ചതായി കരുതിക്കൊള്ളുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ യാക്കോബ് തീരുമാനിച്ചു, ഇനിയും ആട്ടിൻകൂട്ടത്തിൽ കൊള്ളാവുന്ന ആടുകൾ പ്രസവിക്കുന്നത് വരയും പുള്ളിയുമുള്ള ആടുകളെ ആയിരിക്കണം എന്ന് തീരുമാനിക്കുകയും അതിനുവേണ്ടി പ്ലാൻ ചെയ്യുകയും ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായം 37-ാം വാക്യം. ജെനസിസ് ചാപ്റ്റർ 30 വേഴ്സ് 37, 38 and 39. എന്നാൽ യാക്കോബ് പുന്നവൃക്ഷത്തിൻ്റെയും ബദാം വൃക്ഷത്തിൻ്റെയും അരിഞ്ഞൽ വൃക്ഷത്തിൻ്റെയും പച്ചക്കൊമ്പുകളെ എടുത്ത് അവയിൽ വെള്ള കാണത്തക്കവണ്ണം വെള്ള വരയായി തോലുരിച്ചു. ആടുകൾ കുടിപ്പാൻ വന്നപ്പോൾ അവൻ താൻ തോലുരിച്ച കൊമ്പുകളെ പാത്തികളിലും വെള്ളം പകരുന്ന തൊട്ടികളിലും ആടുകളുടെ മുൻപിൽ വെച്ചു. വെള്ളം കുടിപ്പാൻ വന്നപ്പോൾ ചനയേറ്റു. ആടുകൾ കൊമ്പുകളെ കണ്ടുകൊണ്ട് ചനയേറ്റു. വരയും പുള്ളിയും മറുമുള്ള കുട്ടികളെ പെറ്റു. ഈ പെണ്ണാട് വെള്ളം കുടിക്കുവാൻ വന്നപ്പോൾ പ്രത്യേകിച്ചൊന്നും അറിഞ്ഞില്ല. വെള്ളം കുടിക്കുന്ന തൊട്ടിയിൽ വെള്ളത്തിൽ റിഫ്ലക്ഷൻ കാണുന്നു. അതിൻ്റെ മുകളിൽ കെട്ടിത്തൂക്കിയിരിക്കുന്ന പച്ചക്കൊമ്പുകൾ, അതിൽ പല നിറങ്ങൾ. തോലുരിച്ച ഭാഗം വെള്ളയായി കാണുന്നു, തോലുരിക്കാത്ത ഭാഗം തവിട്ട് നിറം ബ്രൗൺ, അല്ലാത്ത ഇലകൾ പച്ച നിറത്തിൽ. ആകയാൽ ആ വൃക്ഷശാഖകളിൽ ബ്രൗൺ, ഗ്രീൻ, വൈറ്റ് ഈ 3 നിറങ്ങൾ കാണാം. ഈ നിറങ്ങൾ വെള്ളത്തിൽ പ്രതിഫലിക്കുകയും ആടുകൾ വെള്ളം കുടിച്ചത് ഈ നിറങ്ങൾ കണ്ടുകൊണ്ടാണ്. അത് കണ്ടുകൊണ്ട് വെള്ളം കുടിച്ച സമയത്ത് ചനയേറ്റപ്പോൾ ഒന്നും അറിയാത്ത ഈ പെണ്ണാടുകൾ പ്രസവിച്ചത് വരയും പുള്ളിയും മറുമുള്ള കുട്ടികളായിരുന്നു. അതുകൊണ്ടാണല്ലോ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ സ്വരൂപവും സ്വഭാവവും നിശ്ചയിക്കുന്നതിൽ അമ്മമാർക്ക് വലിയൊരു പങ്കുണ്ട്. ഇതിനെക്കുറിച്ച് തന്നെയാണ് ഹൈന്ദവ പാരമ്പര്യത്തിൽ അംബ, അംബിക, അംബാലിക എന്ന കഥ നമ്മെ അനുസ്മരിപ്പിക്കുന്നത്. വേദവ്യാസനിൽ നിന്നാണെങ്കിൽ പോലും 3 പേർക്ക് ലഭിച്ചു. അംബിക, അംബാലിക, ദാസി, ഇവർക്ക് 3 ലഭിക്കുന്ന കുഞ്ഞുങ്ങൾ 3 വിധത്തിരുന്നു. ഭഗവാൻ എന്നാണ് കുഞ്ഞിനെ പ്രാപിച്ചതെങ്കിലും സത്യത്തിൻ്റെ രൂപമായ വിരൂപരൂപം കണ്ടിട്ട് കണ്ണടച്ചപ്പോൾ ലഭിച്ചത് അന്ധനായ ധൃതരാഷ്ട്രയായിരുന്നു. അമ്മ കണ്ണടച്ചപ്പോൾ കുഞ്ഞ് അന്ധനായിപ്പോയെന്ന് മാത്രമല്ല, ബാഹ്യവും ആന്തരികവുമായ അന്ധത കുരുക്ഷേത്ര യുദ്ധത്തിന് കാരണമായി തീർന്നു. ആകയാൽ മാതാപിതാക്കൾ പ്രത്യേകം സന്താനങ്ങൾ ഉൽപ്പാദിക്കുമ്പോൾ ശ്രദ്ധിക്കുകയും അമ്മമാർ അതീവ താല്പര്യം ദൈവികമായ അന്തരീക്ഷത്തിൽ വളരുകയും വിളയുകയും ചെയ്യണമെന്നുള്ള കാര്യം ഓർത്തുകൊള്ളണം. വേദവ്യാസനെ അംബാലി പ്രാപിച്ചപ്പോൾ ആ രൂപം കണ്ട് വിളറിയ രൂപം കണ്ട് പ്രാപിച്ചപ്പോൾ ശ്വേതകുഷ്ഠം പിടിച്ച പാണ്ഡുവായിത്തീരുന്നു. അമ്മമാർ ഓർത്തുകൊള്ളണം, അവരുടെ മനസ്സിൽ ഏത് രൂപമാണ്, ഏത് ഭാവമാണ്, അതായിരിക്കും കുഞ്ഞിൻ്റെ സ്വരൂപവും സ്വഭാവവും. ദാസിയുടെ അടുക്കൽ ചെന്നപ്പോൾ യജമാൻ്റെ അടുക്കൽ വരുവാൻ തക്കവണ്ണം യോഗ്യതയില്ല എന്ന് കരുതി അതീവ ആദരവോടുകൂടി വ്യാസഭഗവാനെ പ്രാപിച്ച ദാസിക്ക് ലഭിച്ചത് വളരെ ബുദ്ധിയുള്ള വിതുരയായിരുന്നു. അതിലേത് ഭാവത്തോടെയാണ് ഭാര്യമാർ ഭർത്താക്കന്മാരെ പ്രാപിക്കുന്നത്, ആ ഭാവവും രൂപമായിരിക്കും സന്താനങ്ങൾ കാണുന്നത് എന്നുള്ള കാര്യം ആരും വിസ്മരിച്ചു പോകരുത്. മണ്ടനായ ഭർത്താവാണെങ്കിലും വളരെ വിവേകിയും വിദ്വാനും ബുദ്ധിമാനുമായി കരുതിക്കൊണ്ട് സ്വീകരിച്ചാൽ സന്താനം ബുദ്ധിയുള്ളവരായിരിക്കും. ബുദ്ധിമാനായ ഭർത്താവിനെ മണ്ടനായും ഭോഷനായും ചിത്രീകരിച്ച് അവനെ പ്രാപിക്കുമ്പോൾ അതീവ ബുദ്ധിമതിയായ ഭാര്യയ്ക്ക് ലഭിക്കാൻ പോകുന്നത് മണ്ടനായ ഭോഷനായ സന്തതിയായിരിക്കും, സംശയമൊന്നുമില്ല. ഭർത്താവ് കൊണ്ടുവരുന്ന പാല് വളരെ നല്ലതാണെങ്കിലും ഭാര്യ വാങ്ങുന്ന പാത്രം നല്ലതല്ലെങ്കിൽ പാല് പിരിഞ്ഞു പോകും, യാതൊരു സംശയവുമല്ല. ആകയാൽ ഭർത്താവ് വിശുദ്ധനായാൽ മാത്രം പോരാ, ഭാര്യയും വിശുദ്ധയായിരിക്കണം. ഭർത്താവ് വിശുദ്ധനും ഭാര്യ അശുദ്ധനുമായാൽ
സന്താനം വിശുദ്ധരാൻ നിർബന്ധമില്ല. എന്നാൽ കരിക്കട്ട തീക്കട്ടയിൽ വീഴുമ്പോൾ കരിക്കട്ട തീക്കട്ടയാകുന്നത് പോലെ അശുദ്ധനോ അവിശ്വാസിയായ ഭർത്താവിൽ നിന്ന് സന്താനം ഉണ്ടായാൽ പോലും ഭാര്യ അമ്മ വിശ്വാസിയുമാണെങ്കിൽ സന്താനം വിശുദ്ധിയും വിശ്വാസിയും മാറും. വിശുദ്ധമാണ്. ആകയാൽ അമ്മമാരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് വളരെ തലമുറകൾ വിലപ്പെട്ടതായും അതുല്യമായും തീരുവാൻ അമ്മമാരുടെ ഉത്തരവാദിത്വം വളരെ കൂടുതലാണ്. ഇന്ന് കമ്പനികളിൽ പോയി കരിയർ ഓറിയൻറ്റഡ് ഭാര്യമാരായ സ്ത്രീകളായി ജീവിക്കുക എന്നുള്ളതല്ല ദൈവം തമ്പുരാൻ ഉദ്ദേശിക്കുന്നത്. ഉത്തമ കുടുംബിനികളായി ഭർത്താവിനെയും മക്കളെയും സ്നേഹിക്കുന്നവരായി കുടുംബത്തിന് ഉത്തരവാദിത്വമുള്ളവരായി ഉത്തമ സന്താനങ്ങളെ ഉദരത്തിൽ ഉരുവാക്കി വളർത്തി തലമുറകളെ വളർത്തിയെടുത്ത് സമൂഹത്തിനും ദൈവത്തിനും സഭയ്ക്കും കൊടുക്കുക എന്നുള്ളതാണ്. ആ കാര്യം ഒരിക്കലും സത്യവിശ്വാസികൾ മറന്നു പോകുവാനിടയാകരുത്. ആകയാൽ ഉത്തമ വിശ്വാസികളിൽ ഉരുവാകുന്ന സന്താനങ്ങൾ മാത്രമേ വിശ്വാസികളായി വളരുകയുള്ളൂ എന്നുള്ള കാര്യം ഓർത്തുകൊള്ളണം. വേദപുസ്തകത്തിൽ കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ച് ഇത് ചിന്തിക്കുമ്പോഴിത് അന്വർത്ഥമാണ്. വചനിപ്പെ സ്വീകരിക്കുന്ന വേളയിൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഭാവം ദാസിയുടെ ഭാവമായിരുന്നു. കണ്ടാൽ ഞാൻ കർത്താവിൻ്റെ ദാസി, അവിടുത്തെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ. ദാസി ഭാവത്തിൽ വചനത്തെ സ്വീകരിച്ചപ്പോൾ ഉരുവായ കുഞ്ഞ് ഉദരത്തിന് പുറത്തു വന്നപ്പോൾ ദാസവേഷമെടുത്തു, ശുശ്രൂഷകനായി തീർന്നു. നമ്മുടെ കർത്താവ് തന്നെ സാക്ഷിക്കുന്നില്ലേ, മനുഷ്യപുത്രൻ വന്നത് ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കുവാനും അനേർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനാണ്. സെൻറ്റ് മാർക്സ് chapter 10 verse 45. The Son of Man came not to be saved but to serve and to give his life as a ransom for many. മനുഷ്യത്വം വന്നത് ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കുവാനും അനേർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കാനുമായിട്ടാണ്. ആകയാൽ ഭാരത പശ്ചാത്തലത്തിലും വേദപുസ്തക പശ്ചാത്തലത്തിലും ഉത്തമ സന്താനങ്ങളെ പ്രാപിക്കുന്നതിന് അമ്മമാരുടെ ഉത്തരവാദിത്വവും വിശുദ്ധിയും വിശ്വാസവും വളരെ വളരെ വിലയേറിയതാണെന്നുള്ള കാര്യം ആരും ഓർക്കരുത്. ആധുനിക തലമുറ നശിച്ചു പോകാനുള്ള കാരണം സെക്കുലറൈസേഷൻ, മോഡേണൈസേഷൻ, ഗ്ലോബലൈസേഷൻ, കരിയർ ഓറിയൻറ്റേഷൻ ഇതെല്ലാം കൂടിക്കഴിഞ്ഞ സ്ത്രീകളിൽ നിന്നുണ്ടാകുന്ന സന്താനങ്ങളാണ്. യാതൊരു സംശയവുമില്ല. നമുക്ക് നിർബന്ധിക്കുവാൻ സാധ്യമല്ല. കരിയർ ഓറിയൻറ്റേഷൻ വിൽ സ്പോയിൽ ഫാമിലി ഓറിയൻറ്റേഷൻ എന്ന് പലപ്പോഴും ഞാൻ പഠിപ്പിക്കാറുണ്ട്. കേൾക്കണം നിർബന്ധമില്ല, ചെവിയുള്ളവർ കേൾക്കട്ടെ. പലപ്പോഴും ഞാൻ പഠിപ്പിക്കാറുണ്ട്. മോർ മണി ലെസ് ഹാർമണി ലോസ് ഓഫ് കൺമണി, മോർ മണി ലെസ് ഹാർമണി ലോസ് ഓഫ് കൺമണി. ഉപ്പ് കൂടുമ്പോൾ രുചി കുറയും, ആരോഗ്യം നഷ്ടപ്പെട്ട് മരണം സംഭവിക്കുകയും ചെയ്യുന്നത് പോലെ തന്നെ ഈ പണം കൂടുമ്പോൾ മനസ്സമാധാനം നഷ്ടപ്പെടുകയും തലമുറകൾ നഷ്ടപ്പെടുവാനിടയായിത്തീരും. അമേരിക്കൻ മനഃശാസ്ത്രജ്ഞന്മാർ 80കളുടെ അവസാനത്തിൽ ഒരു രോഗം കണ്ടുപിടിച്ചു. അതിന് അഫ്ലുവൻസ എന്നവർ പേരിട്ടു. അഫ്ലുവൻസ ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഇൻഫ്ലുവൻസ ആൻഡ് affluence. A type of influenza due to affluence, psychological disorder arising from an excess of wealth. ധനം അത്യാവശ്യമാണ്, ധനം കൂടാൻ പാടില്ല. ജീവിക്കുവാൻ പണം അത്യാവശ്യമാണ്, പണത്തിന് വേണ്ടി ജീവിക്കുവാൻ പാടില്ല. വായു അത്യാവശ്യമാണ്, കാറ്റ് അത്യാവശ്യമാണ്, കൊടുങ്കാറ്റ് നാശമാണ്. വെള്ളം അത്യാവശ്യമാണ്, വെള്ളപ്പൊക്കം നാശമാണ്. പണം അത്യാവശ്യമാണ്, പണപ്പെരുപ്പം നാശമാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളണം. എനി പേഴ്സൺ ഫോർ പേഴ്സ് ഈസ് കേഴ്സ്. എനി പേഴ്സൺ ഫോർ പേഴ്സ് ഈസ് കേഴ്സ്. യൂദാ പോലും പണത്തിന് വേണ്ടി പോയി ദ്രവ്യാഗ്രഹിയായി കർത്താവിനെ ഒറ്റിക്കൊടുത്ത് ആത്മഹത്യ ചെയ്തില്ലേ? അക്കാര്യം നാം ഓർത്തുകൊള്ളണം. മേൽപ്പട്ടക്കാരനായാലും പട്ടക്കാരനായാലും വൈദികനായാലും ശമാശന്മാരായാലും വിശ്വാസികളാണെങ്കിലും സാധാരണക്കാരാണെങ്കിലും ജീവിത ലക്ഷ്യം പണമാണെങ്കിൽ ജീവിത ലക്ഷ്യം നഷ്ടപ്പെടും, അലക്ഷ്യമായിത്തീരും എന്നുള്ള കാര്യം സന്ദർഭമായി ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പണം അത്യാവശ്യമാണെങ്കിലും പണത്തിന് വേണ്ടി ജീവിക്കാൻ ഒരിക്കലും ഈ തരുണത്തിലാണ് ഓർക്കേണ്ടത്. ഉടുക്കുവാനും ഉണ്ണുവാനും ഉണ്ടെങ്കിൽ മതി. ആകയാൽ ഈ ആശയങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് സത്യവിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിത വിശുദ്ധി പാലിച്ചുകൊണ്ട് ഉത്തമ സന്താനങ്ങളെ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുകയാണെങ്കിൽ, ഭർത്താവിൽ കൂടെ പ്രാപിക്കുകയാണെങ്കിൽ, ഈച്ച് ചൈൽഡ് മസ്റ്റ് ബി ബോൺ ഓഫ് എ വെർജിൻ ആൻഡ് ഹോളി സ്പിരിറ്റ്, ഈ തത്വം നാം മറക്കരുത്. അങ്ങനെ പ്രാപിക്കുകയാണെങ്കിൽ ഒരു ഉത്തമ സന്താനങ്ങളായിത്തീരും. സഭയ്ക്കും സമൂഹത്തിനും ദൈവത്തിനും കുടുംബത്തിനും മാതാപിതാക്കൾക്കും സ്നേഹിതർക്കും പ്രയോജനമുള്ളവരായിത്തീരും, യാതൊരു സംശയവുമില്ല. ആകയാൽ ശിശുക്കൾക്കൊന്നും അറിയത്തില്ല എന്നുള്ള ബോധം
എന്നുള്ള വാദം തെറ്റാണെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിച്ചു കൊള്ളുന്നു. യാക്കോബ് വൃക്ഷക്കൊമ്പുകളുടെ ശാഖയെടുത്ത് വെള്ളവരയായി തോലുരിച്ച് ആടുകൾ വെള്ളം കുടിക്കുവാൻ വന്നപ്പോൾ വെള്ളത്തൊട്ടികളുടെ പാത്തികളുടെ മുകളിൽ വെച്ച് വെള്ളത്തിൽ അതിൻ്റെ പ്രതിഫലനം കണ്ടുകൊണ്ട് ചനയേറ്റ് വരയും പുള്ളിയുമുള്ള ആടുകളെ പ്രസവിച്ചു. ഈ സംഭവത്തെ പിതാക്കന്മാർ എടുത്തുകൊണ്ട് യേശുക്രിസ്തുവിന്റെ വീണ്ടും ജന്മമാകുന്ന മാമോദീസായുടെ മുൻകുറിയായി ഇതിനെ കാണിക്കുന്നുണ്ട്. പരിശുദ്ധ മാമോദീസ വെള്ളത്തിൽ അതിന് മുകളിൽ ഒരു മരക്കൊമ്പാകുന്ന പരിശുദ്ധ സ്ലീബ വെച്ച് പ്രാർത്ഥിക്കുകയും ഇത് കണ്ടുകൊണ്ട് ശിശുക്കളും മാമോദീസ മുങ്ങുന്ന സ്ഥാനാർത്ഥികളും വീണ്ടും ജനനം പ്രാപിക്കുകയും ചെയ്യുന്നു. ഒന്നും അറിയാത്ത പെണ്ണാട് വൃക്ഷക്കൊമ്പുകളുടെ പ്രതിഫലനം വെള്ളത്തിൽ കണ്ടുകൊണ്ട് ചനയേറ്റ സമയത്ത് വരയും പുള്ള കുഞ്ഞുങ്ങളെ പറ്റുമെങ്കിൽ ദൈവത്തിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ മനുഷ്യർ പരിശുദ്ധ മാമോദീസ വെള്ളത്തിൽ നമ്മുടെ കർത്താവിൻ്റെ സ്ലീബ മരം കൊണ്ടുള്ള സ്ലീബ അത് കണ്ടുകൊണ്ടും വിശുദ്ധ മൂറോൻ സ്ലീബാകൃതി ഒഴിക്കുന്നത് കണ്ടുകൊണ്ടും പരിശുദ്ധ മാമോദീസ വെള്ളത്തിന്മേൽ പരിശുദ്ധ സ്ലീബ വരയ്ക്കുന്നത് കണ്ടും കുഞ്ഞുങ്ങൾ വീണ്ടും ജനിക്കും. ഈ വീണ്ടും ജനനം രണ്ടാം ജനനമാണ്. ജഡത്തിൽ നിന്ന് ജനിക്കുന്നത് ജഡവും ആത്മാവും ജനിക്കുന്നത് ആത്മാവുമാണ്. ആത്മീയമായി ജനിപ്പിക്കുന്നത് കൊണ്ടാണ് പുരോഹിതന്മാരെയും മേൽപ്പട്ടക്കാരെയും പിതാവ് എന്ന വിശേഷണം കത്തോലിക്ക സഭയിലും ഓർത്തഡോക്സ് സഭയിലും മാത്രമേ വൈദികരെ പിതാവ് ഫാദർ എന്ന് വിളിക്കാറുള്ളൂ. അതുകൊണ്ടാണ് ഈ പുരോഹിതന്മാരായതിനു ശേഷം വിവാഹം കഴിക്കാൻ പാടില്ലെന്ന് പറയുന്നത്. പുരോഹിതന്മാർ പിതാക്കന്മാരാണെങ്കിൽ കല്യാണം കഴിക്കുന്ന മക്കളെയാണല്ലോ. അതുകൊണ്ട് മക്കളെ കല്യാണം കഴിക്കുന്ന പിതാവ് ഒരിക്കലും ചെയ്യുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് പുരോഹിതന്മാർ വിവാഹം നേരത്തെ കഴിച്ചിരിക്കണം. വിവാഹം കഴിച്ചവർക്ക് പുരോഹിതന്മാരാകാം. പുരോഹിതന്മാരായതിനു ശേഷം വിവാഹം കഴിക്കുന്നത് സഭാപിതാക്കന്മാർ വിലക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധ പൗലോസ് ചിലർ പറയും വേദപുസ്തകത്തിൽ ആരെയും പിതാവെന്ന് വിളിക്കരുതെന്ന്. പരിശുദ്ധ പൗലോസ് തൻ്റെ ലേഖനത്തിൽ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഗുരുക്കന്മാർ ഏറെ ഉണ്ടെങ്കിലും പിതാക്കന്മാർ ഏറെയില്ല. ഞാനത് നിങ്ങളെ ക്രിസ്തുവിൽ ജനിപ്പിച്ചത്. ആകയാൽ ക്രിസ്തുവിൽ ജനിപ്പിക്കുന്ന പ്രക്രിയയാണ് വിശുദ്ധ മാമോദീസ. അത് വീണ്ടും ജനനമാണ്, രണ്ടാം ജനനമാണ്. അത് ബോൺ എഗെയിനാണ്. അതുകൊണ്ട് ബോൺ എഗെയിൻ എന്ന് പറഞ്ഞ് ചില വേദപുസ്തകത്തിൽ നിന്ന് വഴിതെറ്റിപ്പോകുന്ന ആളുകൾ അവിടെ ഇവിടെയും കൊണ്ട് മുക്കുന്നതിനെ അല്ല ബോൺ അഗെയിൻ എന്ന് പറയുന്നത്. വി ആർ ഓൾ ബോൺ അഗെയിൻ. BA ഡിഗ്രി എല്ലാ മാമോദീസ ഏൽക്കുന്ന കൊടുക്കണം. കാലം ചെയ്ത ഭാഗ്യസ്മരണാർഹനായ ഗീവർഗീസ് ദ്വിതീയൻ ബാവ, വലിയ ബാവ, കുറിച്ചി ബാവ എന്ന് വിളിക്കുന്ന ബാവ പലപ്പോഴും ഈ കാര്യങ്ങൾ പറയുന്നതും കൽപ്പിക്കുന്നതും അദ്ദേഹത്തിൽ നിന്ന് നേരിട്ട് കേട്ടിട്ടുള്ള ശിഷ്യന്മാരും മാത്യുസൻ ബാവ അതിനെ പറഞ്ഞിട്ടുണ്ട്. പട്ടം വെക്കുവാൻ നല്ല കുടുംബത്തിൽ നിന്നൊക്കെ വരുമ്പോൾ അന്ന് വലിയ ലോകപ്രകാരം വിദ്യാഭ്യാസം അക്ഷരാഭ്യാസം കുറവാണല്ലോ. അവർ ഇത്രയും വലിയ യൂണിവേഴ്സിറ്റിയോ ഡിഗ്രിയോ ഒന്നും അന്ന് എല്ലാവർക്കും ഇല്ലല്ലോ. അതുകൊണ്ട് സാമാന്യ വിദ്യാഭ്യാസം കഴിഞ്ഞ് വരുന്നവരോട് ചോദിക്കും, എടാ നീ BA കാരനാണോ എന്ന്. ആർ യു BA? എടാ നീ BA. അവൻ പേടിച്ച് കുറച്ച് അല്ല എന്ന് പറയുന്നു. ഐ എം ആസ്കിങ് ആർ യു ബോൺ അഗെയിൻ? മാമോദീസ ഏറ്റ. സോ വി ആർ ഓൾ ബോൺ അഗെയിൻ. ചുമ്മാതെ പള്ളി കൊണ്ടുപോകാതെ വേദപുസ്തകം പഠിപ്പിക്കാതെ അവിടെ ഇവിടെയൊക്കെ പോയി പഠിക്കുമ്പോൾ പള്ളി വരാത്ത കുട്ടികൾ അവിടെ ഇവിടെ പോയിട്ട് വി ആർ ബോൺ അഗെയിൻ എന്നൊക്കെ പറയുന്ന വിവരക്കേടാണ്. വി ആർ ഓൾ ബോൺ അഗെയിൻ, ബട്ട് വി ആർ നോട്ട് ലിവിങ് അക്കോർഡിംഗ് ടു ദി കോൺസെപ്റ്റ് ആൻഡ് പ്രീസെപ്റ്റ്സ് ഓഫ് ബീയിങ് ബോൺ അഗെയിൻ. വിശുദ്ധ മാമോദീസയുടെ അർത്ഥം മനസ്സിലാക്കി വീണ്ടും ജീവിക്കണം. ആകയാൽ മരക്കൊമ്പ് കൊണ്ട് വീണ്ടും ചനയേറ്റ് വരയും പുള്ളിയുള്ള കൊമ്പുകളെ കണ്ടുകൊണ്ട് വരയും പുള്ളിയുള്ള ആടുകളെ പ്രസവിച്ചതുപോലെ വിശുദ്ധ മാമോദീസായിൽ സ്ലീബായുടെ അടയാളവും സ്ലീബായും കണ്ടുകൊണ്ട് വീണ്ടും ജന്മം പ്രാപിച്ച നമ്മളെല്ലാവർക്കും കർത്താവിന് സ്ലീബ വഹിച്ചുകൊണ്ട് കർത്താവിനെ പിൻപറ്റുവേണ്ടയാട്ട് ആരെങ്കിലും എന്നെ അനുഭവിക്കാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ കുരിശെടുത്ത് തന്നെ വഹിക്കും. നാം കുരിശിനെ വന്ദിക്കുകയും കുരിശിനെ വരയ്ക്കുകയും ധരിക്കുകയും വഹിക്കുകയും ചെയ്യണം. വിശുദ്ധ മാമോദീസയുടെ അനുഭവത്തിൽ ജീവിപ്പാൻ നമുക്കിടയായിത്തീരണം. ശിശുസ്നാനത്തെ താങ്ങുന്ന ഒരുപാട് കാര്യങ്ങൾ പിതാക്കന്മാരുടെ എഴുത്തുകളിൽ നിന്നും ചരിത്രത്തിൽ നിന്നും
ഒക്കെ പറയുവാനോട്ടെങ്കിലും വേദപുസ്തകം മാത്രം ഇവിടെ നിജപ്പെടുത്തിക്കൊണ്ട് പറയുവാൻ ശ്രമിക്കുകയായിരുന്നു. ആകയാൽ സമയത്തിൻ്റെ ചുരുക്കം മൂലവും നാം മറ്റുള്ള കാര്യങ്ങളൊക്കെ പ്രവേശിക്കുന്നില്ല. ശിശുസ്നാനം വേദപുസ്തകമാണെന്നും അപ്പസ്തോലിക വിശ്വാസം നിരന്നതാണെന്നും ക്രൈസ്തവ വിശ്വാസത്തിന് യോജിച്ചതാണെന്നും മനസ്സിലാക്കുവാൻ ഈ കാര്യങ്ങൾ ആവശ്യത്തിലധികമാണ് എന്നുള്ളതിന് സംശയമില്ല, തർക്കമില്ല. അതുകൊണ്ട് ഒന്നാം മാമോദീസ സ്നാനത്തെക്കുറിച്ചുള്ള ആ ചിന്ത ഇവിടെ ഞാൻ നിർത്തുകയാണ്. 2-3 മാമോദീസ നേരണം. ഒന്നാം സ്നാനം ഏറ്റാലും 2-3 മാമോദീസ ഏറ്റേക്കുള്ളൂ. രണ്ടാം മാമോദീസ എന്ന് പറയുന്നത് പരിശുദ്ധ കുംഭസാരത്തെക്കുറിച്ചാണ്. ഒന്നാം മാമോദീസ എന്ന് പറയുന്നത് വെള്ളത്തിൽ നിന്നും പരിശുദ്ധാത്മാവിൽ നിന്നുമാണ്. വെള്ളത്തിൽ നിന്നും പരിശുദ്ധാത്മാവിൽ നിന്നുമാണെങ്കിൽ രണ്ടാം മാമോദീസ കണ്ണുനീരിൽ നിന്നും പരിശുദ്ധാത്മാവിൽ നിന്നുമാണ്. കണ്ണുനീരും വാട്ടർ ആൻഡ് സ്പിരിറ്റ് ദ ഫസ്റ്റ് ബാപ്റ്റിസം, ദ സെക്കൻഡ് ബാപ്റ്റിസം ഓഫ് ഹോളി കൺഫെഷൻ, ഹോളി ടിയേഴ്സ് ആൻഡ് ഹോളി സ്പിരിറ്റ്. ഇതാണ് പ്രധാനമായിട്ടുള്ളത്. രണ്ടാം മാമോദീസ വിശുദ്ധ കുംഭസാരമാണെന്ന് പറയുന്നതിൻ്റെ ഒരു പശ്ചാത്തലം, വേദപുസ്തക പശ്ചാത്തലം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കും. നമ്മുടെ കർത്താവ് തൻ്റെ വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നതിന് മുൻപേ തൻ്റെ ശിഷ്യന്മാരുടെ കാല് കഴുകുന്നതായി കാണാം. ചെറിയോൻ തൊട്ട് എന്നാണ് നാം പാടുന്നത്. ഇളയ യോഹന്നാൻ മുതൽ മൂത്ത പത്രോസിനെ വരെ കഴുകുന്നു. പരിശുദ്ധനായ പത്രോസിൻ്റെ അടുക്ക ചെല്ലുമ്പോൾ പത്രോസ് കർത്താവിനോട് പറയുന്നു, കർത്താവേ, നീ ഒരിക്കലും എൻ്റെ കാൽ കഴുകത്തില്ല, കഴുകരുത്, കഴുകണ്ട എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ കർത്താവ് കൽപ്പിക്കുന്നുണ്ട്, ഞാൻ നിന്നെ കഴുകുന്നില്ല എങ്കിൽ നിനക്കെന്നോടുകൂടെ പങ്കില്ല. ഉടനെ പത്രോസ് പറഞ്ഞു, അങ്ങനെയെങ്കിൽ കർത്താവേ, എൻ്റെ കാൽ മാത്രമല്ല എൻ്റെ തലയും കൈയും കാലും കൂടി എന്നെ കഴുകണമേ. തലയും കൈയും കാലും കഴുകുക എന്ന് വെച്ചാൽ കുളിക്കുക എന്നുള്ളതാണല്ലോ. ഈ ഭാഗത്തെക്കുറിച്ച് നാം വായിക്കേണ്ടത് വിശുദ്ധ യോഹന്നാൻ 13 അധ്യായം 6 മുതൽ 10 വാക്യങ്ങളാണ്. 10-ാം വാക്യത്തിൽ വരുമ്പോൾ നാം വായിക്കേണ്ടത്, കുളിച്ചിരിക്കുന്നവനെ കാൽ മാത്രം കഴുകിയാൽ മതിയാകും. കുളിച്ചിരിക്കുന്നവനെ കാൽ മാത്രം കഴുകിയാൽ മതിയായി. പരിശുദ്ധ മാമോദീസ ഏറ്റതിന് ശേഷം ജീവിതത്തിലുണ്ടാകുന്ന ദുർനടപ്പുകൾ കഴുകിക്കളയുവാൻ പ്രതീകാത്മകമായി കാലിലെ ചെളി കഴുകിയാൽ മാത്രം മതിയാകും. കുളിച്ചിരിക്കുന്നവനെ കാലല്ലാതെ കഴുകുവാൻ ആവശ്യമില്ല. അവൻ മുഴുവനും ശുദ്ധമുള്ളവൻ. നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു എല്ലാവരും അല്ലതാനും എന്ന് കൽപ്പിക്കുന്നുണ്ട്. ആകയാൽ രണ്ടാം മാമോദീസ വിശുദ്ധ കുംഭസാരമാണ്. വിശുദ്ധ കുംഭസാരം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ആ പാപിനിയായ സ്ത്രീ കണ്ണുനീരിൽ കൂടെയാണല്ലോ രക്ഷപ്പെട്ടത്, അനുതാപത്തിൽ കൂടെയാണ്. ആ വലതുവശത്തെ കള്ളനും രക്ഷപ്പെട്ടത് അനുതാപത്തിൽ കൂടെയാണ്. അനുതാപത്തിൻ്റെ പ്രാധാന്യം വളരെ മനസ്സിലാക്കണം. നമ്മുടെ ആരാധനയുടെ പശ്ചാത്തലം ദ മോഡ് ഓഫ് അവർ വർഷിപ്പ് ഈസ് നോട്ട് എൻ്റർടൈൻമെൻറ്റ് ബട്ട് റിപ്പൻറ്റൻസ് എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. അനുതാപപൂരിതമായ ആരാധനയിൽ വാദ്യമേളങ്ങളോ സംഗീത ഉപകരണങ്ങളോ ഉപയോഗിക്കുവാൻ സാധ്യമല്ല എന്ന് പറയുന്നതിൻ്റെയും കാരണം അതാണ്. 10-30 വർഷത്തിന് മുമ്പ് മാത്രം പാശ്ചാത്യ രാജ്യത്ത് നിന്ന് കടന്നു വന്ന കമ്പ്യൂട്ടറിലെ വൈറസ് പോലെ ഒരു കാര്യം മാത്രമാണിത്. അപ്പസ്തോലിക സഭയിലെ ആരാധനയിലെ ഈ സംഗീതവാദ്യ ഉപകരണം എന്നുള്ള കാര്യം പലപ്പോഴും കുദാശകളെക്കുറിച്ചും ലിറ്റർജിയെക്കുറിച്ചൊക്കെ ഭംഗിയായി പഠിപ്പിക്കുന്ന എൻ്റെ സഹപാഠിയായി വരുന്ന വൈദിക സെമിനാറിലെ പ്രൊഫസർ ബേബി ബറിസച്ചൻ വളരെ ശക്തമായി ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നതും എഴുതുന്നതും നമുക്കറിവുള്ളതാണ്. പക്ഷേങ്കിൽ തന്നെത്താൻ പ്രകടമാക്കി മറ്റുള്ള മുമ്പിൽ പ്രകടമാക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇതൊന്നും മനസ്സിലാകുകയില്ല എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുകയും ചെയ്യണം. ആകയാൽ കുളിച്ചിരിക്കുന്നതിന് കാല് മാത്രം കഴുകിയാൽ മതി എന്ന് പറയുന്ന പോലെ പരിശുദ്ധ മാമോദീസായിൽ നാം വിശുദ്ധി പ്രാപിച്ചതിന് ശേഷം അവിടെ നാം പ്രാപിക്കുന്നത് ആദാമ്യ പാപമാണ് കഴുകിക്കളയുന്നത്. ആദാം പാപം ചെയ്തപ്പോൾ എല്ലാവരും പാപം ചെയ്തു. പാപം ചെയ്യുവാനുള്ള വാസന എല്ലാവരിലുമുണ്ട്. ആദാമ്യ പാപം, അതിന് ജന്മപാപം എന്ന ഒറിജിനല്ല, ആഡമിക് സിൻ. ഒറിജിനൽ സിൻ എന്ന് പറയുന്നത് ആദാമിൻ്റെ പാപത്തിനാണ് ഒറിജിനൽ സിൻ നാം ഉദ്ദേശിക്കുന്നത്. ആദാമിൻ്റെ പാപം ചെയ്യാനുള്ള വാസന. ഒരുവൻ പാപം ചെയ്തപ്പോൾ എല്ലാവരും പാപിയായിത്തു എന്ന് പറഞ്ഞ് വി ആർ ഓൾ ബോൺ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് സിൻ. അല്ലാതെ അമ്മയെ ഗർഭം ധരിക്കുന്നത് പാപമാണ് എന്നാരും ചിന്തിക്കരുത്. പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു എന്ന് പറയുന്നത് ദി ആക്ട് ഓഫ് കൺസെപ്ഷൻ ഈസ് നോട്ട് സിൻ. അത് കൗദാശികപരമായി കൂടിച്ചേർന്ന മാതാപിതാക്കൾ
നോമ്പ് ലംഘിക്കാതെ കൗദാശിക അനുഭവത്തിൽ സന്താനങ്ങളെ ദൈവത്തോട് ജനിപ്പിക്കുന്നതൊരിക്കലും പാപമല്ല. അത് ഇറ്റ്സ് എ കോ ക്രിയേഷൻ, ഇറ്റ്സ് എ ഗോഡ്ലി ആക്ട്. എന്നാൽ പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു എന്ന് പറയുന്നത് പാപാവസ്ഥയിൽ ആണ്. ആ പാപത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. കാരണം ആദാമ്യ പാപം മാമോദീസായിൽ കഴുകിക്കളഞ്ഞെങ്കിലും പാപമെന്ന കുറ്റത്തു നിന്ന് ഒഴിഞ്ഞിരിക്കുന്നതിന് ആരുമില്ലല്ലോ. ആ പാപാവസ്ഥയിൽ ഗർഭം ധരിച്ചു എന്നുള്ള അർത്ഥമാണ് എന്ന് മനസ്സിലാക്കണം. ആകയാൽ പാപാവസ്ഥയിൽ നാം ജനിച്ചു ആദാമ്യ പാപം കഴുകിക്കളയുന്നു. എന്നാൽ പിന്നീടുണ്ടായ പാപം, നമ്മുടെ പ്രവർത്തനം മൂലമുണ്ടായ പാപം, നമ്മുടെ ജീവിതം നാം കഴുകിക്കളയുന്നത് വിശുദ്ധ കുമ്പസാരത്തിലൂടെയാണ്. കുമ്പസാരത്തിൻ്റെ പ്രാധാന്യം ഇന്ന് മിക്കവാറും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പൊതുയോഗത്തിൽ സംബന്ധിക്കുവാൻ വേണ്ടി പേരിനോ അല്ലെങ്കിൽ കുറ്റബോധം മാറ്റാൻ കുമ്പസാരമോ മാത്രം അങ്ങ് എപ്പോഴെല്ലാം കയ്യിൽ ചെളിയുണ്ടോ അപ്പോഴെല്ലാം കഴുകിക്കളയുന്നത് പോലെ പാപബോധം ഉള്ളപ്പോഴെല്ലാം പാപം ഏറ്റുപറയേണ്ട ആവശ്യം നമുക്കുണ്ട് എന്ന് മനസ്സിലാക്കണം. ഇറ്റ് ഇസ് എ ഫോർഗോട്ടൻ മെഡിസിൻ എന്ന പിതാക്കന്മാർ ഇതിനെ വിളിക്കുന്നത്. ഇറ്റ്സ് എ ഫോർഗോട്ടൻ മെഡിസിൻ, മറന്നുപോയ മരുന്നാണ് വിശുദ്ധ കുമ്പസാരം. അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുവാനല്ല, നമ്മുടെ ആത്മീയ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും നാം ഇത് വീണ്ടെടുക്കണം. മേൽപ്പട്ടക്കാരും പട്ടക്കാരും ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കുമ്പസാരിക്കുകയും അതിനുശേഷം മറ്റുള്ളവരെ കുമ്പസാരിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യണം എന്നുള്ള കാര്യം സ്നേഹത്തോടെ നാം ഓർക്കണം, മറ്റുള്ളവരെ നാം ഓർമ്മിപ്പിക്കണം. നോമ്പ് കാലങ്ങളിൽ നിന്നും നമ്മുടെ പ്രാധാന്യം കുറയ്ക്കാതെ കുമ്പസാരിക്കുന്ന ധാരാളം ആളുകളുണ്ടെങ്കിലും ഒരുക്കത്തോട് കുർബാന അനുഭവിക്കുവാൻ കുമ്പസാരിക്കുന്ന എണ്ണം കുറഞ്ഞിരിക്കുകയാണ്. കൂസോയോ എണ്ണമെടുക്കുവാൻ കൊള്ളാം അതുപോലും വേണ്ട എന്ന് വാദിക്കുന്നവർ വളർന്നു വരികയാണ്. ആരെങ്കിലും സ്വയം പരിശോധിച്ച് തെറ്റുകുറ്റങ്ങളെ മാറ്റാതെ വിശുദ്ധ കുർബാന അനുഭവിച്ചാൽ അവൻ ശിക്ഷാവിധി അനുഭവിക്കുമെന്ന് പൗലോസ് 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആകയാൽ രണ്ടാമത്തെ മാമോദീസാകുന്ന വിശുദ്ധ കുമ്പസാരം നഷ്ടപ്പെടാതിരിക്കാൻ ഒരിക്കൽ നാം പ്രത്യേകമായി ശ്രദ്ധിക്കണം. ദൈവമേ, മരണത്തിനു മുമ്പേ സത്യ അനുതാപം എനിക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ രോഗക്കിടക്കയിൽ തൈലാഭിഷേകമൊക്കെ നടത്തുമ്പോഴും പാപം ഏറ്റുപറയുവാൻ നാം പ്രേരിപ്പിക്കുന്നത്. വിശുദ്ധ യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായത്തിൽ നാം തൈലാഭിഷേകത്തെക്കുറിച്ചും അതിനു മുമ്പുള്ള വിശുദ്ധ കുമ്പസാരത്തെക്കുറിച്ചും പരസ്പരം പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ചും ഒക്കെ നാം പ്രത്യേകമായിട്ട് വായിക്കുന്നുണ്ട്. ആകയാൽ മാമോദീസായേറ്റ നമ്മൾ പാപപങ്കിലമായ ലോകത്തിലൂടെ പോകുമ്പോൾ ചിന്തയിലും വാക്കിലും പ്രവർത്തനത്തിലും പെരുമാറ്റത്തിലും ഒക്കെ പാപം ചെയ്യുന്നവരാണ്. ആകയാൽ ആ പാപങ്ങളെല്ലാം പരിശുദ്ധാത്മാവ് നമ്മിൽ വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യമുണ്ടാക്കുമ്പോൾ നാം ഇത് ഏറ്റുപറയണം എന്നുള്ള കാര്യം. പാപമുള്ള പട്ടക്കാരൻ പാപം എങ്ങനെ മോചിക്കും എന്നൊക്കെ മുട്ടാത്തർക്കം ചോദിച്ചേക്കാം. ഹാർട്ട് അറ്റാക്ക് വന്ന ഡോക്ടറെ കാർഡിയോളജിസ്റ്റ് ആകരുതെന്ന് പറയുന്നത് പോലെയുള്ളൂ. അല്ലെങ്കിൽ ഡയബറ്റിക്കുള്ള ഡോക്ടറെ ഡയബറ്റീസുകാരെ ട്രീറ്റ് ചെയ്തത് എന്ന് പറയുന്നത് പോലെ മാത്രമേ ഉള്ളൂ. പാവമില്ലാത്ത ആരുമില്ല. ഡോക്ടർ നമ്മെ ചികിത്സിക്കുമ്പോൾ സുബോധമുണ്ടോ, പഠിച്ച ആളാണോ, രജിസ്റ്റേർഡ് ആണോ എന്നൊക്കെ നോക്കിയാൽ മതി. ആകയാൽ പാവമോന് അധികാരം ലഭിച്ച പട്ടക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കുറവുകളോ കുറ്റങ്ങളൊക്കെ വന്നേക്കാം. എന്നാൽ പാപമോചനത്തിന് അദ്ദേഹത്തിന് അധികാരമുണ്ട്. ദൈവം നമ്മെ അധികാരപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള കാര്യം ആരും വിസ്മരിച്ചു പോകരുത്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ പാപം കുറയുകയും പാപബോധം കൂടുകയും ചെയ്യും. പരിശുദ്ധാത്മാവ് കുറയുമ്പോൾ, ഇല്ലാതാകുമ്പോൾ പാപം കൂടുകയും പാപബോധം കുറയുകയും ചെയ്യും എന്നുള്ളതാണെന്നുള്ള കാര്യം ഓർത്തുകൊള്ളണം. അതുകൊണ്ടാണല്ലോ അനുതാപത്തിൽ വളരുമ്പോൾ പാപബോധം കൂടുമ്പോഴാണ് പറയുന്നത് അനുതാപത്താൽ എന്നയനം നനയുന്നെങ്കിലും അനുനിമിഷം പെരുകി വരുന്നു പാപങ്ങൾ കരുണാക്കടലേ കനിയണമേ. വിശുദ്ധ ബലി അർപ്പിക്കുന്ന കാർമികൻ പരിശുദ്ധ ബാവാതിരുമേനിയോ മേൽപ്പട്ടക്കാരോ കോർപ്പിസ്കോപ്പായോ എപ്പിസ്കോപ്പായോ റംബാനോ വൈദികനോ ആരാണെങ്കിൽ തന്നെയും വിശുദ്ധ കുർബാനയുടെ അവസാനത്തിൻ്റെ ആത്മീയ ഔന്നത്യത്തിൽ പറയുന്നത് എന്താണ്? ഞാനോ ബലഹീനനും മഹാഭാവിയുമാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ്. പരിശുദ്ധനായ പൗലോസ് എന്താണ് കൽപ്പിച്ചത്? പാപികളെ രക്ഷിപ്പാൻ കർത്താവ് വന്നു. അതിൽ ഒന്നാമത്തെ പാപി ഞാനാണ്.
അദ്ദേഹം വളരെ വിശുദ്ധനായി ജീവിച്ച ആളാണ്. ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ ആയിരിപ്പിനെന്ന് ധൈര്യത്തോടെ ബോധ്യപ്പെടുത്തിയ പൗലോസ്യ പോലും പറയുന്നു. പാപികളെ രക്ഷിപ്പാൻ വന്ന കർത്താവ്, അതിൽ ഒന്നാമത്തെ പാപി ഞാനാണ് എന്ന് പറയണമെങ്കിൽ ആത്മീയമായ വിനയം എന്താണ് നാം ഗ്രഹിക്കണം. ആത്മാവിൻ്റെ വിനയത്തിൽ പറയുന്ന ഒരു വാചകമാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളണം. ആകയാൽ പരിശുദ്ധ സഭയിലെ അംഗങ്ങളായിരിക്കും നമ്മളെല്ലാവരും ധ്യാനവും പ്രാർത്ഥനയും നടത്തി സത്യകുംഭസാരം നടത്തി വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് വളരുവാൻ പ്രത്യേകമായിട്ടൊരുങ്ങണം. അപ്പോൾ പാപി അനുദപിച്ച് മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗത്തിലെ മാലാഖമാർ സന്തോഷിക്കുന്നുവെന്ന് സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്. മാലാഖമാരും ദൈവവും സന്തോഷിക്കുവാൻ തക്കവണ്ണം അനുതാപികളായി തീരുവാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി ഒരുങ്ങുകയും ചെയ്യണം. ആകയാൽ ഒന്നാം മാമോദീസ കൈക്കൊണ്ട നാം ഏവരും കൂടെ രണ്ടാം മാമോദീസ കൈക്കൊള്ളണം. ഒന്നാം മാമോദീസ ആവർത്തിക്കുവാൻ പാടുള്ളതല്ല. എന്നാൽ രണ്ടാം മാമോദീസ ആവശ്യമുള്ളപ്പോഴൊക്കെ, പനി വരുമ്പോഴൊക്കെ നമ്മൾ മരുന്ന് കഴിക്കുന്നത് പോലെ, ടെമ്പറേച്ചർ നോക്കുവാൻ കൂടെ തെർമോമീറ്റർ ഉപയോഗിക്കുന്നത് പോലെ വിശുദ്ധിയിലേക്ക് വളരുവാൻ തക്കവണ്ണം കൂടെ സത്യകുംഭസാരം നടത്തുവാൻ. എന്നാൽ ഒരു കാര്യം ഓർത്തുകൊള്ളണം, സത്യകുംഭസാരം നടത്തുകയാണെങ്കിൽ കുംഭസാരിച്ച പാപത്തെക്കുറിച്ച് വീണ്ടും കുംഭസാരിക്കേണ്ടി വരത്തില്ല. കാരണം വേദനയുണ്ടെങ്കിൽ ആ തെറ്റ് ആവർത്തിക്കുവാൻ നാം അങ്ങനെയല്ല. നാം തെറ്റ് ചെയ്യുന്നു, പിന്നെ യാന്ത്രികമായി കുംഭസാരിക്കുന്നു, വീണ്ടും തെറ്റ് ചെയ്യുന്നു. ഇതല്ല കുംഭസാര ജീവിതം എന്ന് പറയുന്നത്. നാഴികതോറും നീ തേറും നാഴികയൊക്കെയും നീ പിഴയ്ക്കും, നിന്നുപവാസം പ്രാർത്ഥനയും ന്യായമതെങ്ങനെ കൈക്കൊള്ളും. കുഴിയിൽ നിന്ന് കയറുക, കുഴിയിൽ വീഴുക. എന്നും കുമ്പസാരിക്കുമ്പം കള്ളം പറയുന്നു. പക്ഷെ കള്ളം പറയാതിരിക്കാനോ പറഞ്ഞ കള്ളം ആവർത്തിക്കാതിരിക്കാനോ നാം പരിശ്രമിക്കുന്നുണ്ടോ? പന്നിയെ കുളിപ്പിച്ച് പിയേഴ്സ് ഒപ്പിട്ടോ അല്ലെങ്കിൽ പിന്നെ ഡവ് സോപ്പിട്ട് കുളിപ്പിച്ചാലും ചെളി കണ്ടാൽ പന്നി പോകുന്നത് പോലെ പന്നിക്ക് സമാനം ജീവിക്കുന്ന പാപികളായ നമ്മളും പാപത്തിൽ വീണ്ടും അകപ്പെട്ടു പോന്നാൽ, ആട് വിശുദ്ധിയുടെ മൃഗമാണ്. ചെളിയിൽ വീണാൽ അത് കിടന്ന് കരയും. ചെളി കണ്ടാൽ വളരെ ദൂരെ കൂടെ അങ്ങനെ പോകും. ആകയാൽ പന്നിയെപ്പോലെയല്ല, കയം കണ്ട പിന്നെ പോത്തിനെ പോലെ കന്നിനെ പോലെയല്ല, ആടിനെ പോലെ വിശുദ്ധിയുടെ അനുഭവത്തിൽ ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒന്നാം മാമോദീസായും രണ്ടാം മാമോദീസായും ഏറ്റാലും മൂന്നാം മാമോദീസായും കൂടെ നാം ഏറ്റിരിക്കണം. ഒന്നാം മാമോദീസായും രണ്ടാം മാമോദീസായും ഏറ്റിട്ട് മൂന്നാം മാമോദീസ ഏൽക്കാതിരുന്നാൽ സ്വർഗരാജ്യം ലഭിക്കുമോ എന്ന് സംശയമാണ്. മൂന്നാം മാമോദീസ എന്ന് പറയുന്നത് പീഡാനുഭവ സ്നാനമാണ്. ഒന്നാം മാമോദീസ വെള്ളത്തിലും പരിശുദ്ധാത്മാവിലുമാണെങ്കിൽ, രണ്ടാം മാമോദീസ കണ്ണുനീരിലും അനുതാപത്തിലും പരിശുദ്ധ റൂഹായിലുമാണെങ്കിലും, മൂന്നാം മാമോദീസ രക്തത്തിലും പരിശുദ്ധാത്മാവിലുമാണ്. ഗെത്സമനത്തോട്ടത്തിൽ കർത്താവിൻ്റെ രക്തം വിയർപ്പ് തുള്ളി പോലെ വീണു. അതിവേദനയിലായി അതിവേദനയോടെ ജീവിക്കുന്ന ജീവിതം. രണ്ട് വിധത്തിലുള്ള പീഡനമുണ്ട്. രക്തസാക്ഷിത്വം ക്യാൻ ബി ഗ്രീൻ ഓർ വൈറ്റ് ഓർ റെഡ്. രക്തം ചിന്തയുള്ള സത്യവിശ്വാസത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി സഹതായി രക്തസാക്ഷികളായി മരിക്കുന്നവർ ഒരുപാടുണ്ട്. റെഡ് മാർട്ടിഡമാണ്. എന്നാൽ എല്ലാവർക്കും അതിന് അവസരം കിട്ടുകയില്ല. എന്നാൽ മരണത്തോളം സഹിച്ച് നിന്നുകൊണ്ട് കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുസിദ്ധതയെയും പ്രത്യാശ ഉളവാക്കുന്ന കഷ്ടങ്ങളെ പ്രശംസിച്ചുകൊണ്ട് ജീവിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള രക്തസാക്ഷ്യത്തെ ഗ്രീൻ ഓർ വൈറ്റ് മാർട്ടിഡം എന്ന് വിശേഷിപ്പിക്കാം. ആ വിധത്തിലുള്ള രക്തസാക്ഷി അവസാനത്തോളം സഹിച്ച് നിൽക്കുന്നവനാണ് രക്ഷിക്കപ്പെടുന്നത് എന്ന് ഓർക്കണം. നമ്മുടെ കർത്താവ് മാമോദീസ ഏറ്റത് പാപമോചനത്തിനല്ല, തനിക്കൊരിക്കലും പാപമില്ലായിരുന്നു. അതുകൊണ്ട് യോഹന്നാൻ മാനസാന്തര സ്നാനം കൊടുത്തപ്പോൾ നമ്മുടെ കർത്താവ് അങ്ങോട്ട് ചെന്നു. അവിടെ ചെന്നപ്പോൾ യോഹന്നാൻ പറഞ്ഞു, നിനക്കിതിൻ്റെ ആവശ്യമില്ല. കർത്താവ് കൽപ്പിക്കുന്നു, തിരുവെഴുത്തുകൾ നിവൃത്തിയാകേണ്ടതിന്, സകല നീതിയും നിവൃത്തിയാകേണ്ടതിന് ഇപ്പോൾ സമ്മതിക്കുക. അങ്ങനെ സമ്മതിക്കുന്നുണ്ട്. പാപമോചനത്തിന് വേണ്ടിയല്ല, സകല നീതിയുടെ നിവൃത്തിക്ക് വേണ്ടിയാണ് താൻ ഏറ്റത് എന്നുള്ള കാര്യം അത് മറ്റൊരവസരത്തിൽ പറഞ്ഞുകൊള്ളാം. മുതിർന്ന സ്നാനമല്ല കർത്താവ് ഏറ്റത്, അത് 30 വയസ്സിൽ മുതിർന്ന സ്നാനമല്ല ഏറ്റത് എന്നുള്ള കാര്യം മറ്റൊരു പാഠത്തിൽ പഠിപ്പിച്ചു കൊള്ളാം. ആകയാൽ കർത്താവ് പാപമോചനത്തിനുള്ള സ്നാനം ഏറ്റിട്ടില്ല, തനിക്ക് പാപമില്ലായിരുന്നു.
എന്നാൽ കർത്താവ് സ്നാനമേറ്റു. എന്നിട്ട് കർത്താവ് പറയുകയാണ്, എനിക്കൊരു സ്നാനം ഏൽപ്പാനുണ്ട്, അത് കഴിയുകയോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 50-ാം വാക്യത്തിലാണ് പറയുന്നത്, എനിക്കൊരു സ്നാനം ഏൽപ്പാനുണ്ട്, അത് കഴിയുകയോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു എന്നാണ് പറയുന്നത്. I have a baptism to be baptized with, and how distressed I am till it is accomplished. But I have a baptism to be baptized with, and how distressed I am till it is accomplished. എനിക്കൊരു സ്നാനം, എങ്കിലും എനിക്കൊരു സ്നാനം ഏൽപ്പാനുണ്ട്, അത് കഴിയുവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നുവെന്നാണ് പറയുന്നത്. കർത്താവ് ഒരു സ്നാനം, എനിക്കൊരു സ്നാനം ഏൽപ്പാനുണ്ട്. തൻ്റെ പരസ്യശുശ്രൂഷ വേളയിലാണ് ഇത് പഠിപ്പിക്കുന്നത്. എനിക്കൊരു സ്നാനം ഏൽപ്പാനുണ്ട്. നമ്മുടെ കർത്താവേറ്റ സ്നാനം കുരിശിൽ കിടന്നാണ്, പീഡാനുഭവ സ്നാനമാണ്. തലയിൽ മുൾക്കിരീടം രക്തം കൊണ്ടൊഴുകുന്നു. തലയിൽ നിന്നൊഴുന്ന രക്തം തൻ്റെ ശരീരം മുഴുവൻ, തൻ്റെ കൈകളിൽ നിന്നൊഴുകുന്ന രക്തം, തൻ്റെ വിലാപ്പുറത്തു നിന്നൊഴുകുന്ന രക്തം, തൻ്റെ പാദത്തിൽ നിന്നൊഴുകുന്ന രക്തം, തൻ്റെ തലയും കൈയും കാലും രക്തത്തിൽ കുളിക്കുന്നുണ്ട്. ഇതാണ് ഐ ഹാവ് യെറ്റ് എ ബാപ്റ്റിസം ടു ബി റിസീവ്ഡ്. എനിക്കൊരു സ്നാനം ഏൽപ്പാനുണ്ട്, പീഡാനുഭവ സ്നാനം. ഈ സ്നാനം ഏൽക്കാത്തവരാരും രക്ഷപ്പെടുകയില്ല. സബദി മക്കളായ യാക്കോബും യോഹന്നാനും നമ്മുടെ കർത്താവിൻ്റെ അടുക്കൽ വരുന്നുണ്ട്. അടുക്കൽ വന്നിട്ട് ചോദിക്കുകയാണ്, ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട്, ഒരുവൻ നിൻ്റെ വലത്തും ഒരുവൻ നിൻ്റെ ഇടത്തുമാണ് ഇരിക്കേണ്ടത്. ഒരുവൻ നിൻ്റെ വലത്തും ഒരുവൻ നിൻ്റെ ഇടത്തും. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 35 മുതൽ 40 വാക്യങ്ങൾ അത് പ്രത്യേകം കാണാം. അതിൽ 10-ാം അധ്യായം 38-ാം വാക്യത്തിൽ നാം പ്രത്യേകം വായിക്കുന്നുണ്ട്. സെൻറ്റ് മാർക്സ് chapter 10 verse 38. But Jesus said to them, you do not know what you ask. Are you able to drink the cup that I drink and be baptized with the baptism that I am baptized with? You do not know what you ask. Are you able to drink the cup that I drink and be baptized with the baptism that I am baptized with? ഞാൻ കുടിക്കുന്ന കാസ പാനപാത്രം നീ കുടിക്കുമോ? ഞാൻ ഏൽക്കുന്ന മാമോദീസ നീ ഏൽക്കുമോ? ഞാൻ കുടിച്ച കാസായും ഞാൻ ഏറ്റ മാമോദീസായും വിശുദ്ധ സ്ലീബായിൽ കിടന്നാണ് എന്നുള്ള കാര്യം ഒരിക്കലും നാം മറക്കരുത്. 1ഉം 2ഉം സ്നാനമേറ്റവർ 3-ാം സ്നാനമാകുന്ന പീഡാനുഭവ സ്നാനം ഏറ്റില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുകയില്ല. ദൈവരാജ്യത്തിൽ കടക്കണമെങ്കിൽ പീഡനമേൽക്കണം. അതുകൊണ്ടാണ് കർത്താവ് കൽപ്പിച്ചത്, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകുവാൻ ഇത് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു. നിങ്ങൾക്ക് ലോകത്ത് കഷ്ടതയുണ്ട്, എങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ദ ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിൻറ്റ് ജോൺ ചാപ്റ്റർ 16 വേഴ്സ് 33. നിങ്ങൾക്കെന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ദ ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിൻറ്റ് ജോൺ ചാപ്റ്റർ 16 വേഴ്സ് 33. Chapter 16 verse 33. These things I have spoken to you, that in me you may have peace. In the world you will have tribulation, but be of good cheer. I have overcome the world. പീഡാനുഭവമില്ലാതെ ഒരിക്കലും സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ ആരും വ്യാമോഹിക്കേണ്ട ആവശ്യമില്ല. The Acts of Apostles chapter 14 verse 23. The Acts of Apostles chapter 14 verse 22.
strengthening the souls of the disciples, exhorting them to continue in the faith, and saying, we must go through many tribulations, enter the kingdom of God. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കണം എന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സുറപ്പിച്ചു. ബലഹീന നാം ആവർത്തിച്ച് പറയുന്നത് കഷ്ടതയുടെ പ്രാധാന്യമാണ്. ഈ ടൂർ പ്രോഗ്രാമിൽ പാക്കേജസ് ഉണ്ട്. അതുപോലെ ക്രിസ്ത്യ ജീവിതത്തിൽ ഒരു പാക്കേജാണ് ജനനം, പീഡാനുഭവം, മരണം, പുനരുത്ഥാനം, മഹത്വീകരണം. ഇതെല്ലാം we have to understand the bond, the connection, the integration between or relation between the incarnation of our Lord Jesus Christ, his persecution, his crucifixion, his resurrection, his ascension, his glorification. ഇതെല്ലാം കൂടി ഒന്നാണ്. തൻ്റെ മനുഷ്യാവതാരം പോലും നമുക്ക് രക്ഷ നൽകുവാൻ വേണ്ടിയുള്ള പീഡാനുഭവ ക്രൂശ് മരണത്തിനും പുനരുത്ഥാനത്തിനും മഹത്വീകരണത്തിനുമാണെന്നുള്ള കാര്യം ഓർക്കണം. ആകയാൽ ഇത് പ്രത്യേകമായിട്ട് നാം ശ്രദ്ധിക്കണം. ക്രിസ്തീയ വിശ്വാസം മനസ്സിലാക്കുന്ന ആർക്കും ഈ പീഡാനുഭവത്തിൻ്റെ പ്രാധാന്യം, ക്രിസ്തീയ വിശ്വാസിക്ക് ലഭിക്കുന്ന കഷ്ടാനുഭവത്തിൻ്റെ പ്രാധാന്യം മറക്കുവാൻ പറ്റുകയില്ല. സത്യവിശ്വാസികൾക്ക് ദൈവം കൊടുക്കുന്ന ദാനമാണ് ഈ കഷ്ടാനുഭവം. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായം 29-ാം വാക്യത്തിൽ ഈ ട്വിൻ ഗിഫ്റ്റ്സിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഇരട്ട ദാനമെന്ന് അതിനു വേണ്ടി വിശേഷിക്കാം. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാണെന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സുറപ്പിച്ചു എന്നുള്ള അപ്പസ്തോല പ്രവൃത്തികളിലെ വാക്യത്തിന് തത്തുല്യമായി നാം വായിക്കുന്നതാണ്. ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 1:29. For to you it has been granted on behalf of Christ not only to believe in him but also to suffer for his sake. For to you it has been granted on behalf of Christ not only to believe in him but also to suffer for his sake. ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. സെർമൺ ഓൺ ദ മൗണ്ട്, ഗിരിപ്രഭാഷണത്തിൽ സംശയമില്ലാതെ നമ്മുടെ കർത്താവ് കൽപ്പിക്കുന്നുണ്ട് ഈ പീഡാനുഭവത്തെക്കുറിച്ച്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെക്കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ച് ഉല്ലസിപ്പീൻ. നിങ്ങൾക്ക് മുൻപേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെ അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. പീഡനത്തിൽ കൂടെ കടക്കാതെ സ്വർഗരാജ്യത്തിൽ ആർക്കും കടക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് വീണുപോയ മാലാഖമാരുടെ സ്ഥാനത്തേക്ക് സൃഷ്ടിക്കുള്ള മനുഷ്യവർഗത്തെ ആ പറുദീസയിൽ കടത്തരുത് എന്നുള്ള ദൃഢനിശ്ചയത്തോടാണ് സാത്താൻ വന്നിട്ട് വിശ്വാസികളുടെ ജീവിതത്തിൽ ദൈവം തരുന്ന വരദാനമായ ഭാഗ്യകരമായ കഷ്ടാനുഭവത്തെ മാറ്റിത്തരാമെന്ന് പറയുന്നത്. കഷ്ടം നഷ്ടമാകുമ്പോൾ നമുക്ക് കഷ്ടമില്ലാതാകുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് ദൈവരാജ്യമായിരിക്കും. ആകയാൽ ദൈവരാജ്യത്തിലേക്ക് കടക്കുന്ന ദിവ്യ അനുഭവം എന്ന കഷ്ടാനുഭവത്തെ മാറ്റുവാൻ വരുന്ന സാത്താനെയും അവൻ്റെ തന്ത്രങ്ങളെയും തട്ടിക്കളയുവാൻ വിശ്വാസികൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. വെളിപാട് പുസ്തകം 7-ാം അധ്യായം വായിക്കുമ്പോൾ വെള്ള നിലയങ്ക് ധരിച്ച് ഒരു കൂട്ടം ആളുകൾ ദൈവസന്നിധിയിലിരുന്ന് സിംഹാസനത്തിന് മുൻപാകെ അവനെ രാപ്പകൽ ആരാധിക്കുന്നത് കാണാം. അവരെവിടെ നിന്ന് വന്നു എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ മറുപടി എന്താണ്? അതിൻ്റെ മറുപടി എന്താണെന്നറിയാവോ? വെളിപാട് 7-ാം അധ്യായം 13-14 വാക്യത്തിൽ മൂപ്പന്മാരൊരുത്തൻ എന്നോട് വെള്ള നിലയങ്കി ധരിച്ചിരുന്ന് ആരാധനയ്ക്ക് വരുമ്പോൾ വെള്ള വസ്ത്രം ധരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കള്ളിയും പുള്ളിയും വെള്ളയും ഒക്കെ പല നിറങ്ങളാണ് നിരുന്നത്. പണ്ടൊക്കെ അമ്മമാരെ വെള്ളച്ചട്ടയായിരുന്നു, വെള്ളമുണ്ട്. ഇന്ന് അന്ന് ചുവന്ന ചട്ടയും ചുവന്ന നീലച്ചട്ടയും ഒന്നുമില്ല. പല കാരണം നിങ്ങൾക്ക് പറയാം. കൺവീനിയൻസ് അല്ല, കൺവെക്ഷൻ ഈസ് മോർ ഇമ്പോർട്ടൻ്റ് ദാൻ കൺവീനിയൻസ്. വെള്ള നിലയെങ്കിൽ ധരിച്ചിരുന്ന ഇവർ എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു.
യജമാനൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിനെ അവൻ എന്നോട് പറഞ്ഞത്. ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. കുഞ്ഞാടിൻ്റെ രക്തത്തിൽ അങ്കി അലക്കുമ്പോൾ ചുമക്കുകയല്ലേ വേണ്ടത്? കുഞ്ഞാടിൻ്റെ രക്തത്തിൽ അങ്കി വെളുപ്പിച്ചെന്ന് പറയുന്നത് കർത്താവേശുമിശിഹായുള്ള വിശ്വാസത്തിൽ ജീവിച്ച് സത്യവിശ്വാസികളായി ജീവിച്ച് നമ്മുടെ കർത്താവേശുവിന് തിരിച്ച രക്തങ്ങളാകുന്ന വിശുദ്ധ കൂദാശയിൽ പങ്കുചേർന്ന് നീതിക്ക് വേണ്ടി പീഡിപ്പിക്കപ്പെട്ടവരാണ് എന്നുള്ള കാര്യം ഓർക്കണം. കുഞ്ഞാടിൻ്റെ രക്തത്തിൽ അങ്കി വെളുപ്പിച്ചെന്ന് പറഞ്ഞാൽ കൗദാശ ജീവിതം നയിച്ച് ജീവിത വിശുദ്ധി പ്രാപിച്ച് നീതിയോടെ ജീവിച്ചപ്പോൾ നീതിക്ക് വേണ്ടി പീഡ സഹിക്കേണ്ടി വന്ന വിശ്വാസ വീരന്മാരെക്കുറിച്ചാണ് പറയുന്നത്. റെവലേഷൻസ് ചാപ്റ്റർ 7 verses 13 and 14. Then one of the elders answered, saying to me, Who are these arrayed in white robes, and where did they come from? And I said to him, Sir, you know. So he said to me, These are the ones who come out of the great tribulation and washed their robes and made them white in the blood of the Lamb. ആകയാൽ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ പരിശോധിക്കുമ്പോൾ പീഡനങ്ങളും വേദനകളും കൂടാതെ ദൈവരാജ്യത്തെ കടക്കുവാൻ ആരും ആഗ്രഹിക്കേണ്ട കാര്യമില്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം തമ്പുരാൻ പാപം ചെയ്ത മാതാപിതാക്കൾക്ക് കൊടുത്തതാണ് കഷ്ടതയും വേദനയും. അതൊരു ശാപമാണ്. ശാപമോക്ഷം, ശാപമുക്തി വേണമെങ്കിൽ അത് ഏറ്റെടുത്തെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് മനുഷ്യവർഗത്തിൻ്റെ ശാപത്തിൽ നിന്ന് അവനെ മോചിക്കുവാൻ നമ്മുടെ കർത്താവെന്ന ശാപമേറ്റ് നീ കുറ്റം ചെയ്തതിനല്ലോ ഞാൻ കൊണ്ടടികൾ ഏതൻ കനി നീ തിന്നതിനായി കയ്പും കുടിച്ചൻ ഞാൻ നഗ്നതയാൽ നീലകൾ ചാർത്തി നഗ്നതയോ എന്നെ അവർ തൂക്കി ഞാൻ ചിന്തിയ രക്തത്താൽ പോയി കോപം താതൻ്റെ. ദർ ഈസ് നോ ഗെയിൻ വിത്തൗട്ട് പെയിൻ. ഒരു കുഞ്ഞിനെ അമ്മ പ്രസവിക്കണമെങ്കിലും പെയിൻ ആവശ്യമാണ്. പെയിൻ ഗിവ്സ് ഗെയിൻ. എന്നാൽ ഇന്ന് പല അമ്മമാർക്കും പെയിൻ ഇല്ലാതെ ഗെയിൻ വേണമെന്നുള്ളത്. ചിലർക്ക് എപ്പിഡ്യൂറൽ ഇഞ്ചക്ഷൻ എടുക്കും. യൂറോപ്പിലായിരുന്നപ്പോൾ കേട്ടിട്ടുണ്ട്, ഇംഗ്ലണ്ടിൽ എപ്പിഡ്യൂറൽ ഇഞ്ചക്ഷൻ ടേക്സ് അവേ ടെമ്പററി പെയിൻ ആൻഡ് ഗിവ്സ് ബാക്ക് പെർമനൻറ്റ് പെയിൻ. താൽക്കാലികമായി വേദന ശമിപ്പിക്കുമെങ്കിലും പിന്നെ നിത്യമായി വേദന തരുന്നതുകൊണ്ട് ഇന്ന് വിവരമുള്ള സ്ത്രീകൾ കുഞ്ഞുങ്ങളെ പ്രസവിക്കുമ്പോൾ അത് സഹിക്കുവാൻ ആഗ്രഹിക്കുന്നു. അല്ലാതെ വേദനയില്ലാത്ത പ്രസവമല്ല. വേദനയോടെ നൊന്ത് പ്രസവിക്കണം എന്ന ദൈവത്തിൻ്റെ കൽപ്പന പാലിക്കുക തന്നെ വേണം. അധ്വാനിച്ചും ആരാധിച്ചും ആത്മനിയന്ത്രണം പാലിച്ചും ജീവിക്കുന്ന മാതാപിതാക്കൾ ആരോഗ്യവതികളായി ന്യായമായ രീതിയിൽ വേദനയോട് നൊന്ത് പ്രസവിച്ച് ഉത്തമ സന്താനങ്ങളെ ദൈവികമായി വളർത്തിയാൽ അവർ ദൈവത്തിനും സഭയ്ക്കും സമൂഹത്തിനും കൊള്ളാവുന്നവരായിത്തീരും. അവരുടെ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന കഷ്ടങ്ങളും നഷ്ടങ്ങളും അവർ സഹിക്കുക തന്നെ ചെയ്യും. കഷ്ടങ്ങൾക്കും നഷ്ടങ്ങൾക്കും ഒരു പ്രാധാന്യമുണ്ട് വേദപുസ്തകത്തിൻ്റെ വെളിച്ചത്തിൽ. എന്തുകൊണ്ടാണെന്നറിയാമോ കർത്താവ് കഷ്ടപ്പെട്ടത്? നമുക്ക് മാതൃകയുള്ളവരായിരുന്നു. ക്രിസ്തു കഷ്ടം അനുഭവിച്ചുകൊണ്ട് നമ്മൾക്ക് മാതൃക കാണിച്ചാണ്. ആ കഷ്ടാനുഭവത്തിൻ്റെ പാതയിൽ കൂടെ മാത്രമേ നമുക്ക് രക്ഷാനുഭവത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളൂ. ആകയാൽ ചിലർ ചോദിക്കത്തില്ലേ, കള്ളൻ എത്ര മാമോദീസ ഏറ്റു, കള്ളൻ എത്ര കുമ്പസാരിച്ചു, അവൻ രക്ഷപ്പെട്ടില്ലേ എന്നൊക്കെ. അതെന്താണെന്നറിയാമോ? കള്ളനേറ്റത് 3-ാം മാമോദീസയാണ്. സത്യകുമ്പസാരം നടത്തി മാമോദീസായി സത്യകുമ്പസാരം നടത്തി അങ്ങോട്ട് പോകുമ്പോൾ കർത്താവിന് വേണ്ടി കൊല്ലപ്പെടുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുമ്പോൾ ആ വിശ്വാസം ഏറ്റുപറയാതെ കർത്താവിനെ തള്ളിപ്പറഞ്ഞ് വിശ്വാസം തള്ളിപ്പറഞ്ഞ് രക്ഷപ്പെട്ടാൽ 1-2 മാമോദീസ ഏറ്റുകൊണ്ട് യാതൊരു വിശേഷവുമില്ല. എന്നാൽ ആ വിശ്വാസത്തിൽ മാമോദീസ ഏറ്റു, കുമ്പസാരിച്ചു, കർത്താവിനെ ഏറ്റു പറഞ്ഞുകൊണ്ട് കഷ്ടം അനുഭവിച്ചാൽ സ്വർഗരാജ്യം നിശ്ചയമാണ്. എന്നാൽ ആരെങ്കിലും ഒരു സത്യക്രിസ്ത്യാനിയെ കണ്ടിട്ട് യേശുക്രിസ്തുവിനുള്ള സ്നേഹത്തെ പ്രതി സഭയിൽ ചേരുവാൻ ആഗ്രഹിച്ചിട്ട് അവൻ ഇങ്ങോട്ട് വരുന്ന വഴി മറ്റുള്ളവരെ കണ്ടിട്ട് നീ ക്രിസ്തുവിൽ വിശ്വസിച്ചുകൂടാ, സഭയിൽ പറഞ്ഞുകൂടാ എന്ന് പറഞ്ഞിട്ട് അവനെ പറഞ്ഞ് സത്യവിശ്വാസം തള്ളിക്കളയുവാൻ പ്രേരിപ്പിക്കുകയാണെങ്കിൽ, മാമോദീസ ഏറ്റിട്ടില്ല, കുമ്പസാരിച്ചിട്ടില്ല, കുർബാന കൊണ്ടിട്ടില്ല, എന്നാൽ അവൻ പറയുകയാണ്
ഞാൻ എൻ്റെ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചതാണ്, ഞാൻ ഒരിക്കലും അവനെ തള്ളിപ്പറയത്തില്ല എന്ന് പറഞ്ഞ് മാമോദീസ ഏൽക്കാതെയും കുമ്പസാരിക്കാതെയും ക്രിസ്തുവുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് അവൻ പീഡ സഹിച്ച് കൊല്ലപ്പെടുവാൻ ഇടയുകയാണെങ്കിൽ ദൈവരാജ്യം തീർച്ചയായിട്ടും ലഭിക്കും. ചില റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ബൈക്കിനെ ടോപ്പ് ഗിയറിലേക്ക് ഒറ്റയടിക്ക് പോകുന്നത് പോലെ അവനങ്ങ് പോകും. അതുകൊണ്ട് കള്ളൻ രക്ഷപ്പെട്ടത് പീഡ ഏറ്റുകൊണ്ട് 3-ാം മാമോദീസ ഏറ്റിട്ടാണ്. 1-ഉം 2-ഉം മാമോദീസ ഏറ്റിട്ട് 3-ാം സ്നാനം ഏൽക്കാത്തവൻ രക്ഷപ്പെടുകയില്ല. 1-ഉം 2 സ്നാനം ഏൽക്കാൻ ഇടയാകാതെ ആഗ്രഹിച്ചെങ്കിലും നേരിട്ട് 3-ാം സ്നാനമാണെന്ന് പീഡാനുസ്നാനം ഏറ്റാൽ അവൻ രക്ഷപ്പെടും. ആകയാൽ ക്രിസ്തീയ വിശ്വാസികളായ നാം ജീവിക്കുമ്പോൾ കഷ്ടങ്ങളും നഷ്ടങ്ങളും നിന്ദകളും പഴികളും ദുഷികളും ഏൽക്കേണ്ടി വരും. അതാണ് നമുക്കുള്ള കാര്യം. പൗലോസ്ലിഹായുടെ ജീവിതത്തിൽ തൻ്റെ കഷ്ടാനുഭവങ്ങളുടെ ഒരു സമ്മറി, ഒരു ചുരുക്കം 2 കൊരിന്ത്യർ 6:3-10 വരെ വിവരിക്കുന്നുണ്ട്. നാം അത് വായിക്കണം. ഇവിടെ സമയച്ചുരുക്കം കൊണ്ട് വായിക്കുന്നില്ല. ദൈവം തരുന്ന, വിശ്വാസികൾക്ക് തരുന്ന വരദാനമാകുന്ന കഷ്ടാനുഭവം നാം സഹിക്കുമ്പോൾ അതിനകത്തൊരു ഫലമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ 2 കൊരിന്ത്യർ 7:4 പറയുന്നുണ്ട്, നിറഞ്ഞ ആശ്വാസവും കവിഞ്ഞൊഴുകുന്ന സന്തോഷവും. നിറഞ്ഞ ആശ്വാസവും കവിഞ്ഞൊഴുകുന്ന സന്തോഷവും. അതുകൊണ്ടാണ് പരിശുദ്ധന്മാരെ പീഡാനുഭവങ്ങളെ സ്വാഗതം ചെയ്തത്. ഓശാന പെരുന്നാളിൻ്റെ സന്ധ്യയ്ക്ക് പീഡാനുവാഴ്ചയുടെ ആരംഭത്തിൽ സദറായിൽ നാം കേൾക്കുന്നു, പരിശുദ്ധവും രക്ഷാകരമായ കഷ്ടാനുഭവമേ സമാധാനത്താലെ വരിക. പരിശുദ്ധവും രക്ഷാകരമായ കഷ്ടാനുഭവമേ സമാധാനത്താലെ. ട്രൂ ബിലീവേഴ്സ്, ട്രൂ ക്രിസ്ത്യൻസ്, ട്രൂ സെയിൻസ്, they always welcome suffering, they experience suffering, they enjoy suffering. Thereby they share the glory of our Lord. അവർ കഷ്ടതയെ സ്വാഗതം ചെയ്യുന്നു, കഷ്ടതയെ അനുഭവിക്കുന്നു, കഷ്ടതയിൽ ആനന്ദിക്കുന്നു, ദൈവമഹത്വത്തിൽ പങ്കുചേരുന്നു. അതുകൊണ്ടാണല്ലോ കർത്താവിന് വേണ്ടി കൊല്ലപ്പെട്ടവരെ കാണുമ്പോൾ ഓടി ചെല്ലുകയാണ്. ലോകം താത സഹോദരർ ജാതിയതും തറവാടും ആകെയുപേക്ഷി ചേശുവിനായി മരണം സ്നേഹിച്ച സഹദേന്മാര സദാ കാലം സ്മരണം ചെയ്വതു നന്നേ കണ്ടങ്ങോടി മരിപ്പാനായി കർത്താവിൻ പേർക്കെല്ലാരും. Our Lord and Savior Jesus Christ, He was prosecuted, He was persecuted, He was executed. We also, if we are going to walk through the real path of our Lord and Savior, we also will be persecuted, prosecuted, sometimes executed, or we have to die with a long suffering. ദൈവം തമ്പുരാൻ ഈ പീഡാനുഭവ മാമോദീസ ഏൽക്കുവാൻ നമുക്ക് ത്രാണിയും പ്രാപ്തിയും തരട്ടെ. ഇതാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ കൃപയെന്ന് പറയുന്നത് കഷ്ടസഹിക്കുവാനാണ്. പൗലോസിൻ്റെ ജീവിതത്തിൽ ഒരു മുള്ളു കൊടുത്തു, മാതാവിൻ്റെ ജീവിതത്തിൽ വാള് കൊടുത്തു, യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ മുൾക്കിരീടം കൊടുത്തു. പൗലോസിൻ്റെ മുള്ളു കിട്ടുവാൻ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു. 2 കൊരിന്ത്യർ 12:7-9 വരെ. ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ ജഡത്തിൽ ശൂലം തന്നിരിക്കുന്നു. അത് എന്നെ വിട്ടുമാറുവാൻ 3 പ്രാവശ്യം മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു. എന്നാൽ അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്ക് മതി. ആകയാൽ നമുക്ക് വേണ്ടത് കഷ്ടം സഹിക്കുവാനുള്ള കൃപയാണ്. ആ കൃപയുണ്ടെങ്കിൽ മറ്റൊന്നും വേണ്ട, എൻ്റെ കൃപ നിനക്ക് മതി. അതുകൊണ്ടാണ് മറ്റു ലൗകിക വിഷയങ്ങളല്ല നമ്മുടെ വിഷയങ്ങൾ, ദൈവിക വിഷയങ്ങളാണ്. എല്ലാത്തിനും മതിയായ കൃപ ചോദിക്കുവാൻ പിതാക്കന്മാർ നമ്മെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചു. കൃപ ചെയ്യണമേ നാഥ, കൃപ ചെയ്യണമേ. വീണ്ടും അല്പം കഴിഞ്ഞ് നാം ചൊല്ലും, അലിവോട് കൃപ ചെയ്യുക നാഥ. ദുഃഖവെള്ളിയാഴ്ച നീട്ടിപ്പാടും, ഉണ്ടാകുൾ കൃപ പാപികളാം ഞങ്ങളിലും മേലുൾ. എൻ്റെ പ്രസംഗങ്ങളിലൊക്കെ ക്ലാസ്സും ഇതൊക്കെ ആവർത്തിച്ച് വന്നേക്കും. ചില ആളുകൾ പറയും ആവർത്തന വിരസത. വിശ്വാസിക്ക് ആവർത്തന വിരസതയില്ല. ആവർത്തന വിരസതയുള്ള ആരും 2 പ്രാവശ്യം ശ്വസിക്കരുതേ, ആവർത്തിച്ച് ശ്വസിക്കരുതേ. ആവർത്തനമാണ് ശ്വസനം, നടപ്പ് ആവർത്തനമാണ്.
ആവർത്തന വിരസമുള്ള ആരുടെ ഹാർട്ട് 2 പ്രാവശ്യം അടിക്കരുത്. ആ ശരിയായ ജീവിതം ആവർത്തനമാണ്. ആയുർവേദത്തിൽ ആവർത്തിച്ച എണ്ണയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹോമിയോപ്പതിയിൽ ആവർത്തിച്ച മരുന്നുണ്ട്. ഹയർ പൊട്ടൻസി മെഡിസിൻ 1,00,000 ഒക്കെ ആവർത്തിക്കും തോറും, അർത്ഥവത്തായ ആത്മാർത്ഥമായി ആവർത്തിക്കും തോറും ഇതിൻ്റെ ശക്തിയും അതിൻ്റെ ഗൗരവവും അതിൻ്റെ ഗുണവും കൂടത്തേ ഉള്ളൂ. ഒരു പ്രാവശ്യം അടിച്ചാൽ ആണി കയറത്തില്ല, പല പ്രാവശ്യം ആണി അടയ്ക്കുന്നത് കൊണ്ട് അത് കയറുകയുള്ളൂ. ആകയാൽ പ്രിയപ്പെട്ടവരെ, കൂടെ കേൾക്കുന്നതുകൊണ്ട് ആവർത്തന വിരസത ആർക്കും തോന്നരുത്. ആവർത്തന വിരസമുള്ളവരെ ജീവിതത്തിൽ ഒരിക്കലേ ചോറുണ്ണാൻ പാടുള്ളൂ. രണ്ടാമത് ആവർത്തനത്തിന് വിരസത വരുന്നില്ലല്ലോ. നാം ഇന്ന് ശ്വസിക്കുന്നത് ഒരേ വായു തന്നെയാണ്. ആകയാൽ ആവർത്തിച്ച് ശ്വസിക്കുമ്പോൾ എത്രയെത്ര വായു ഉണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്യാസ് അല്ലേ ഉള്ളത്. കാർബൺ ഡയോക്സൈഡ് ശ്വസിക്കാൻ നിൽക്കുമോ? മീഥൈൽ ശ്വസിക്കാൻ നിൽക്കുമോ? നമുക്ക് ദൈവം തന്നിരിക്കുന്ന നൈട്രജൻ ശ്വസിക്കാൻ നോക്കും, ഓക്സിജൻ മാത്രമേ ഉള്ളൂ. ആകയാൽ പ്രിയ ശ്രോതാക്കളെ, പഠിതാക്കളെ, ചുമ്മാതെ ബന്ധിക്കോസുകാർ പറയുന്നത് പോലെ, മറ്റുള്ളവർ വിവരദോഷികൾ പറയുന്ന പോലെ, വേദപുസ്തകം അറിയാൻ വയ്യാത്തവർ പറയുന്ന പോലെ ആവർത്തനമെന്ന് പറയുന്നത് ആരാധന. സ്വർഗത്തിൽ ചെന്നാൽ ആവർത്തനമല്ലാതെ അവിടെ ദൈവത്തെ സ്തുതിക്കുന്നത് ആവർത്തനം മാത്രമാണ്. ഇനി ആവർത്തനം ആവശ്യമില്ലെന്ന് പറയുന്ന ബന്ധിക്കോസുകാരനും ഒക്കെ പറയുന്ന സ്തോത്രമല്ലാതെ എന്താണ് അവർ പറയുന്നത്? ആകയാൽ വിവരദോഷികൾ പറയുന്നത് കേട്ട് നിങ്ങൾ വഴിതെറ്റിപ്പോകാൻ ഒരിക്കലും ഇടയായിത്തരുത്. ബി ഓൺ ദ ക്രിസ്ത്യൻ ട്രാക്ക് ആൻഡ് നോട്ട് ഓൺ ദ ആൻറ്റി ക്രിസ്ത്യൻ ട്രാപ്പ്. ആകയാൽ ത്രിവിധ സ്നാനത്തെക്കുറിച്ച് ചുരുക്കമായി പറയാം. വിശ്വാസ പ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന വിശ്വാസ സത്യങ്ങൾ നാം നല്ലവണ്ണം മനസ്സിലാക്കുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യണം. വിശുദ്ധ തൃത്വത്തിലുള്ള വിശ്വാസം, വിശുദ്ധ സഭയുള്ള വിശ്വാസം, സഭയുടെ കൂദാശയുള്ള വിശ്വാസം, പൗരോഹിത്യത്തിലുള്ള വിശ്വാസം, മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസം, പുനരുത്ഥാനത്തിലുള്ള വിശ്വാസം, വരുവാൻ ലോകത്തിലെ പുതിയ ജീവനുള്ള വിശ്വാസം, ഇതെല്ലാം നാം ആക്കണം. ആകയാൽ വിശുദ്ധ മാമോദീസ, 1-ാം മാമോദീസ, 2-ാം മാമോദീസയാകുന്ന വിശുദ്ധ കുമ്പസാരം, 3-ാം മാമോദീസ എന്ന പീഡാനുഭവം ഇത് നമുക്ക് അർത്ഥവത്തായി പാലിക്കുവാൻ ദൈവം സംഗതിയാക്കി തീർക്കട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന പീഡനങ്ങൾ, ക്ലേശങ്ങൾ കൂടി വരും തോറും ഞാൻ വിശ്വാസികളെ പ്രബോധിപ്പിക്കുമ്പോൾ സത്യവിശ്വാസം പറയുന്ന ആളുകൾ മറ്റിതര സഭയിലുണ്ടെങ്കിൽ ഞാനവരെ അങ്ങേയറ്റം ആദരിക്കത്തേ ഉള്ളൂ. കൂടെ ഞാൻ പറയുന്നു, പാട്ട് ചെയ്യണം. കൊച്ചുകുഞ്ഞുദേശിയുടെ പാട്ടൊക്കെ പറഞ്ഞു. കഷ്ടനഷ്ടം ഏറെ വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ, കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ. നമ്മളെ സ്വർഗ്ഗരാജ്യത്ത് കടത്താതിരിക്കാൻ 3-ാം സ്നാനമാകുന്ന പീഡാനുഭവ സ്നാനത്തെ മാറ്റിക്കളയാൻ വരുന്ന സാത്താനെ തള്ളിക്കളയണം, തോൽപ്പിക്കണം. ആകയാൽ ഓർത്തഡോക്സ് സഭയിൽ സത്യവിശ്വാസത്തിൽ ഉറച്ചു നിന്ന് ഇത്രയും കാലം ജീവിച്ചപ്പോൾ നിങ്ങൾക്ക് നേരിടേണ്ടി വന്ന കഷ്ടവും നഷ്ടവും നിന്ദയും പഴിയും ദൈവം നിങ്ങളെ സ്നേഹിച്ചത് കൊണ്ടാണെന്ന് മനസ്സിലാക്കണം. പൗലോസിന് മാത്രമേ ഒരു മുള്ളു കൊടുക്കാൻ സാധിക്കത്തുള്ളൂ, മാറ്റിക്കൊടുക്കത്തില്ല. തൻ്റെ മാതാവിന് ഒരു വാളാണ് കൊടുത്തത്, മാറ്റിക്കൊടുത്തില്ല. ജീവിതകാലം മുഴുവൻ വേദനിച്ചുകൊണ്ട് ജീവിച്ചു. നിൻ്റെ ഹൃദയത്തിൽ ഒരു വാള് കിടക്കും. നമ്മുടെ കർത്താവിന് ലഭിച്ചത് മുൾക്കിരീടമല്ലേ? ഇതെന്താണ്? ആകയാൽ റോസാപ്പൂ പറിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് മുള്ളുകൊണ്ടേ പറ്റൂ. റോസാ ചെടി വളരും തോറും മുള്ളിൻ്റെ കട്ടിയും അതിൻ്റെ എണ്ണവും കൂടത്തേ ഉള്ളൂ. ആകയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ സഭയിൽ നിന്നുകൊണ്ട് കഷ്ടമനുഭവിക്കുവാൻ ഇടയായെങ്കിൽ അത് ഭാഗ്യമല്ല, മഹാഭാഗ്യമായി ഇനി മേലാൽ കരുതണം എന്നുള്ളത് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. കഷ്ടം വരുമ്പോൾ ഓർത്തുകൊള്ളണം, യു ആർ സെലക്റ്റഡ്, യു ആർ എൻലിസ്റ്റഡ്. കഷ്ടം കൂടുമ്പോൾ മനസ്സിലാക്കണം, യു ആർ ഷോർട്ട് ലിസ്റ്റഡ്. മക്കളെയൊക്കെ വേണ്ടി പ്രാർത്ഥിച്ച മക്കളെ കിട്ടുന്നില്ലെങ്കിൽ അതൊരു ഭാഗ്യമായി തന്നെ കരുതണം. പ്രസവിക്കാത്ത ഉദരങ്ങളും കുടിപ്പിക്കാത്ത മുലകളും ഭാഗ്യമുള്ളവ എന്ന് വേദപുസ്തകം പറഞ്ഞിരിക്കുന്നു. ക്യാൻസറാണെങ്കിൽ അത് ക്രോണിക് ആകുമ്പോൾ, ക്യാൻസറായി വന്നാൽ യു ആർ എൻലിസ്റ്റഡ്, ക്രോണിക് ആകുമ്പോൾ യു ആർ ഷോർട്ട് ലിസ്റ്റഡ്. ഇനിയും സ്വർഗരാജ്യത്തിലേക്ക് പോകുവാനുള്ള തയ്യാറെടുപ്പാണ്. അങ്ങനെ വേണം ഇതിനെ കാണുവാൻ. വിശ്വാസിക്ക് ആശ നശിക്കുമ്പോൾ പ്രത്യാശയാണുള്ളത്, നിരാശയല്ല. ആകയാൽ പ്രിയപ്പെട്ടവരെ, 1-ാം മാമോദീസ ഏറ്റവരാണ്, വല്ലപ്പോഴെങ്കിലും 2-ാം മാമോദീസ കുമ്പസാരം ഏറ്റവരാണ്. അത് കുറച്ചുകൂടെ ആത്മാർത്ഥമായി ഏൽക്കുവാനിടയാകട്ടെ. ഇനിയും നമുക്ക് ദൈവം തരുന്ന 3-ാം പീഡാനുഭവ സ്നാനം സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശനത്തിന് വേണ്ടിയാണ് എന്നുള്ള കാര്യം ഓർക്കണം.
ക്രിക്കറ്റ് കളിക്കുന്ന ഇഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങൾ അറിയണം, ആഞ്ഞടിച്ചെങ്കിൽ മാത്രമേ സിക്സർ അടിക്കുവാൻ സാധിക്കത്തുള്ളൂ. ആഞ്ഞടിച്ചെങ്കിൽ അതാരും തടയാനിടയാകരുത്. തടഞ്ഞാൽ ഓൾ ഔട്ടാണ്. ബോൾ പോകാൻ നോക്കണം. ദൈവം തമ്പുരാൻ നമുക്ക് സിക്സർ അടിക്കുമ്പോൾ, ആഞ്ഞടിക്കുമ്പോൾ സാത്താൻ ഒന്ന് പിടിച്ച് നമ്മെ ഓൾ ഔട്ടാക്കാൻ നോക്കും. ആകയാൽ ആഞ്ഞടിക്കുമ്പോൾ അത് കൊള്ളുവാൻ ഇടയായി തരട്ടെ. സാത്താൻ മുമ്പ് നിൽക്കുന്നുണ്ട് ഈ ബോൾ പിടിച്ച് നമ്മെ പുറത്താക്കുവാൻ. ദൈവം തമ്പുരാൻ നമുക്ക് നൽകി തരുന്ന കഷ്ടതകൾ അങ്ങേയറ്റം അനുഭവിച്ച് ഭാഗ്യശാലികളായി തീരുവാൻ ദൈവം തമ്പുരാൻ സത്യവിശ്വാസ സഭാ മക്കളെയും ബലഹീന നമ്മെയും പ്രാപ്തരാക്കട്ടെ, അതിന് യോഗ്യരാക്കട്ടെ, കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ബലഹീനായ നമുക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബലഹീനമായ നമ്മുടെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം തമ്പുരാൻ നിങ്ങളെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ.